ശ്രീമദ് ഭഗവത്ഗീതയുടെ വ്യാഖ്യാനം ആധുനിക ചരിത്രത്തിലൂടെ. ഒന്നാമത്തത് അർജുന വിഷാദ യോഗമാണ്. അതിലേക്ക് കടക്കുന്നതിനെക്കാട്ടി മുമ്പിൽ നമ്മൾ വേദപുരാണങ്ങളെല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ 4 യുഗത്തിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. കലിയുഗമാകുമ്പോൾ പ്രളയം നടക്കും. പിന്നെ ആദ്യം ഒന്നേന്ന് തുടങ്ങിയിട്ട് ഈ സൈക്ലിംഗ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു കമ്പ്യൂട്ടറിൽ പ്രോഗ്രാം ചെയ്ത മാതിരി അങ്ങനെ പോവുകയാണ്. അതിൽ മാറ്റമൊന്നും വരുത്താൻ പറ്റില്ല. കാരണം കാലമാണ് അങ്ങനെ, ലോകത്തെ അങ്ങനെ പോവുള്ളൂ. ഇപ്പം നമ്മൾ തന്നെ നമ്മളെ ജീവിതത്തിൽ 4 ഭാഗമുണ്ട്: ബ്രഹ്മചര്യം, വാനപ്രസ്ഥം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം. കുട്ടിക്കാലത്ത് പഠിക്കുന്ന കാലഘട്ടം, പിന്നെ കുടുംബം പോറ്റുന്ന കാലഘട്ടം, പിന്നെ മക്കളെല്ലാം വലുതാകുമ്പോൾ വാനപ്രസ്ഥത്തിൽ, പിന്മാറുക ക്രമത്തിൽ, പിന്നെ സന്യാസത്തിലേക്ക് പോകുമ്പോൾ. ഇതിപ്പോൾ ഏത് കാലഘട്ടത്തിലായി ഇങ്ങനെയെല്ലാം തന്നെയായിരുന്നു. പിന്നെ ജോലിയുടെ നേച്ചറിലെല്ലാം വ്യത്യാസം ഉണ്ടാവുന്നല്ലാതെ ഇത് തന്നെയുള്ള മനുഷ്യൻ ആരും ഇങ്ങനെ തന്നെയല്ലേ പോകുന്നു. അവർ ഈ ലോകം ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. ഗോത്ര കാലഘട്ടം ആധുനിക സയൻസിലൊക്കെയും നമ്മൾ 3ആയി തിരിച്ചിട്ടുണ്ട്: ഗോത്ര കാലഘട്ടം, കൊളോണിയലിസം, ഇന്നത്തെ. പക്ഷേ വേദം കാരണം എന്നും വരാനുണ്ട്. അതുകൊണ്ട് വേദത്തിനെ സംബന്ധിച്ചിടത്തോളം 4 എണ്ണം ഉണ്ട്: കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. അപ്പം കൃതയുഗം എന്ന് പറയുന്ന ആദ്യത്തെ കാലഘട്ടമാണ്. ആദ്യം മനുഷ്യൻ തുടങ്ങുമ്പോൾ കുറച്ച് പേരെ ഉണ്ടാവും. അപ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓരോ രാജാക്കന്മാർ, അല്ലെങ്കിൽ ഗോത്രത്തലവന്മാർ, ഇങ്ങനെയാണ് ചരിത്രം നമ്മൾ പഠിക്കുന്നത്. ഇവിടുത്തെ അങ്ങനെ തന്നെയാണ് പുരാണ കഥയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഗോത്ര കാലഘട്ടത്തിൽ ആദ്യം കുറച്ച് മനുഷ്യർ, പിന്നെ കൂടി മറ്റുള്ളതിനെ പിടിച്ചെടുത്ത് വലിയ സാമ്രാജ്യങ്ങളായിട്ട് മാറും. പക്ഷേ കടൽ കടന്നിട്ട് പോവില്ല. പക്ഷേ ഭരണത്തിൻ്റെ ഒരു അവസാനം എത്തുമ്പോൾ എന്ത് പറ്റും? ദുഷിക്കുമ്പോഴാണ് കാലതിനെ തട്ടി നീക്കിയിട്ട് പിന്നെ അത് കൊണ്ട് പോകാൻ പറ്റില്ല. അതിനെ തട്ടി നീക്കിയിട്ടാണ് അടുത്തയിലേക്ക് കടക്കുക. അടുത്തയിലേക്ക് എങ്ങനെയാണ് കടക്കുന്നതെന്ന് വെച്ചാൽ അതാണ് 1-ാം ലോകമഹായുദ്ധമായിട്ട് ചിത്രീകരിച്ചത്. കഥയിലാണെങ്കിൽ പരശുരാമൻ ലോകം മുഴുവൻ നടന്ന് ഭരണാധികാരികളെ കൊന്നൊടുക്കിയ ഒരു കാലഘട്ടം. അതാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ കാര്യങ്ങളാണ്. അത് കഥയായിട്ട് അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വിദേശികൾ കടൽ കടന്നു പോകുന്നവർ കീഴടക്കുന്നവർ. അതും ലോക പുരോഗതിക്ക് ആവശ്യമാണ്. അതിലൂടെയാണ് വിദ്യാഭ്യാസം, ടെക്നോളജി എല്ലാം എല്ലായിടത്തും വ്യാപിക്കുന്നത്, ലോകം ഒന്നായി തീരുന്നത്. പക്ഷേ അതിന് ഒരു കുറേ അങ്ങോട്ടെത്തുമ്പം ദൂഷിക്കുക. എന്തായിരിക്കും സംഭവിക്കുക? വിദേശികൾ ഭരിക്കാൻ തുടങ്ങും. അതുകൊണ്ട് കഥയിൽ വിദേശി എന്നതിന് ശ്രീലങ്ക വിദേശമാണല്ലോ. അവിടുത്തെ രാവണൻ വന്ന് ഇവിടെ സൗഭാഗ്യം അടിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞു. ചരിത്രത്തിലാണെങ്കിൽ വിദേശികൾ വന്നിട്ട് ഇവിടുത്തെ സൗഭാഗ്യങ്ങൾ അടിച്ചു കൊണ്ടുപോയി. രണ്ടും ഒരു സംഗതി ഒന്ന് തന്നെ. പിന്നെ അതാണ് 2-ാം ലോകമഹായുദ്ധമായിട്ട് മാറിയത്. അല്ലെങ്കിൽ പുരാണ കഥയിലാണ് രാവണനും തമ്മിലുള്ള യുദ്ധമായിട്ട് ചിത്രീകരിച്ചത്. അത് കഴിഞ്ഞിട്ട് കൊളോണിയലിസം കഴിഞ്ഞിട്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിലെത്തിയത്. പുരാണ കഥയിലാണെങ്കിൽ കൃതയുഗം, ത്രേതായുഗം കഴിഞ്ഞ് ദ്വാപരയുഗം, കൃഷ്ണൻ്റെ കാലഘട്ടം. അപ്പം കൃഷ്ണൻ്റെ കാലഘട്ടം എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകത ചൂതുകളിയുടെ കാലഘട്ടമാണ്. കള്ളച്ചൂതുകളി. അതായത് വേദം തന്നെ പറയുന്നുണ്ട്, ഈ ചൂതുകളിയെല്ലാം മതിയാക്കുക, പണം അങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. അതായത് പണം വാരിക്കൂട്ടാൻ വേണ്ടിയിട്ട് നടക്കരുത്. നിങ്ങൾ കൃഷി ചെയ്യൂ, അധ്വാനിക്കൂ. അത് ഇന്നത്തെ പ്രത്യേകത അതാണ്. നമുക്ക് ഉൽപ്പാദിപ്പിക്കുന്നതിന് താല്പര്യമൊന്നുമില്ല. നമ്മൾ പണ്ട് TV-യിൽ എന്തെല്ലാം TV ഒക്കെ ഉണ്ടായിരുന്നു, അതൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അതെല്ലാം നഷ്ടമാണെന്ന് കണ്ടിട്ട് എന്ത് ചെയ്തു? വിദേശത്തു നിന്ന് വാങ്ങിയ സ്റ്റിക്കർ കച്ചവടത്തിനാണ് ഇപ്പം താല്പര്യം. ചൂതുകളി, ഷെയർ മാർക്കറ്റ്, ഇതെല്ലാം ഒരു തരം ചൂതുകളിയാണ്. അതിൽ നിന്നും എന്ത് പ്രൊഡക്ഷനാണ് ഉണ്ടാകുന്നത്? പ്രൊഡക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഫാക്ടറി ഉണ്ടാക്കിയിട്ട് സാധനങ്ങൾ ഉണ്ടാക്കണം, കൃഷി ചെയ്യണം. നമ്മളിപ്പം കൃഷി സ്ഥലങ്ങളെല്ലാം നികത്തിയിട്ട് കെട്ടിടങ്ങൾ കെട്ടി വരുത്തിയാണ്, റിയൽ എസ്റ്റേറ്റ്, ഇതിലെല്ലാം പോകുന്നത്. പക്ഷെ ഇതൊന്നും അധികാരം പോവില്ല.
അതിൻ്റെ ഫലമായിട്ട് എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നീതിമാന്മാരെല്ലാം സമൂഹത്തിൽ നിന്ന് ഔട്ടാവുകയാണ്. നല്ല നീതിമാനായ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു SI പോസ്റ്റിൽ നല്ലൊരു നീതിമാൻ ഇരുന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു RT ഓഫീസിൽ നീതിമാൻ ഇരുന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ഞാൻ പറയേണ്ട, ചിന്തിച്ചാൽ മതി. അവർക്ക് പാണ്ഡവർക്കുണ്ടായ അനുഭവമാണ് ഉണ്ടാവുക. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഭരണത്തിൻ്റെ തലപ്പത്ത് ഇതൊന്ന് കാണാനും കേൾക്കാനും കുരുടന്മാർക്ക് സമാനമായ ആൾക്കാർ ഇരിക്കുകയും ചെയ്യും. അത് ദുഷിക്കുമ്പോൾ, കാലം അങ്ങോട്ട് എത്തിക്കുമ്പോൾ അത് ദുഷിക്കും. അപ്പോഴെ തട്ടി മാറ്റിയിട്ടാണ് പുതിയൊരു യുഗത്തിലേക്ക്, ധർമ്മത്തിൻ്റെ അടിസ്ഥാനമായ ഒരു യുഗം. അപ്പം നമ്മളിത് ഏത് കാലത്തിലാണ്? അതാണ് ധർമ്മയുദ്ധം. ചിലവർ പറയുന്നുണ്ട് ധർമ്മയുദ്ധം എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കലിയുഗത്തിലേക്ക് കടന്നു. ഒരു യുഗം തീരുമ്പോൾ, ഒരു യുഗം ദുഷിക്കുമ്പോൾ അതിൻ്റെ അവസാനത്തിലാണ് അവതാരം ഉണ്ടായിട്ട് അല്ലെങ്കിൽ ആ കാലം വന്നിട്ട് തട്ടി മാറ്റുന്നത്, ഇത് പുതിയൊരു യുഗത്തിലേക്ക് പോകുന്നത്. അത് അടുത്ത യുഗത്തിൻ്റെ ആദ്യത്തിലായിരിക്കും സംഭവിക്കുക, അല്ലാതെ കലിയുഗത്തിൻ്റെ ആദ്യ ഭാഗത്തിലായിരിക്കും. ഉദാഹരണമായിട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ആഫ്രിക്കക്കൊന്നും സ്വാതന്ത്ര്യം കിട്ടില്ല, അല്ല പിന്നെ എത്രയോ കാലം കഴിഞ്ഞിട്ടാണ്. ഇതെല്ലാം ഒരു ഡേറ്റ് വെച്ചിട്ടൊന്നും പറയാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ ധർമ്മയുദ്ധം കഴിഞ്ഞിട്ടുള്ള ക്ഷേത്രത്തിലൊന്നും അല്ല ഉള്ളത്. ആ കഥ തന്നെ മഹാഭാരത യുദ്ധമായിട്ടാണ് മൂന്നാം ലോക മഹായുദ്ധം കാണേണ്ടത്. പക്ഷേ ചിലവരെല്ലാം പറയുന്നുണ്ട് എല്ലാം നമ്മൾ കലിയുഗത്തിലാണ്. കലിയുഗത്തിൽ എന്ന് പറയുമ്പോൾ കൽക്കി പുരാണം എന്നൊരു പുരാണമുണ്ട്. അപ്പോൾ അതിൽ പറയുന്ന ഒന്ന് ശ്രദ്ധിക്കുക. അതിലും ആദ്യ ഭാഗത്ത് കൽക്കി എന്താ ചെയ്യുന്നത്? വയറ്റിക്കുഴപ്പിന് വേണ്ടി അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൽക്കി പുരാണം 2 ഭാഗമാക്കി. വയറ്റിക്കുഴപ്പിന് വേണ്ടിയും ലൈംഗികതയ്ക്ക് വേണ്ടി, സ്ത്രീകളെയെല്ലാം വേണ്ടിയിട്ടും മനുഷ്യരിൽ എന്തായി മാറുന്നു? കുറേ ഭൂരിപക്ഷവും ബൗദ്ധന്മാരായി മാറുക എന്നാണ്. ഭൗതികവാദികൾ, സുഖത്തിൻ്റെ പിന്നാലെ ഓടുന്നവരായി മാറുമ്പോൾ കൽക്കി വന്നിട്ട് അവരെയെല്ലാം കൊന്നിട്ട് അവരുടെ സ്വത്ത് ആർക്ക് കൊടുക്കുന്നു? ഭക്തി ഉള്ള ജനങ്ങൾക്ക്. ഭക്തി എന്ന് പറയുന്ന, വേദം പറയുന്ന ഭക്തി, കൃഷ്ണൻ പറയാൻ പോകുന്ന, ഇതിലൂടെ പറയാൻ പോകുന്ന ഭക്തി എന്ന് പറയുന്നത് നിഷ്കാമ കർമ്മമാണ്. നമുക്ക് വേണ്ടിയല്ല, ഞാനെന്ന ചിന്ത മറന്ന് ഫലം ഇച്ഛിക്കാതെ നമുക്ക് വേണ്ടി എന്ന ചിന്ത ഉപേക്ഷിച്ച് കർമ്മം ചെയ്യുക. ലോകത്തിന് വേണ്ടി, കാലത്തിന് വേണ്ടി കർമ്മം ചെയ്യുക. കാലം ഒരു നല്ല ലോകം ഉണ്ടാക്കാനാണ് പോകുന്നത്. അതിനുവേണ്ടി കർമ്മം ചെയ്യുന്നവർക്ക് വീതിച്ചു കൊടുക്കുന്നു. അതായത് സ്വാർത്ഥതയില്ലാതെ ജനത്തിന് വിധിച്ചു കൊടുക്കുന്നു. അതാണ് ആദ്യത്തെ ധർമ്മയുദ്ധം, കൽക്കി പുരാണത്തിൽ ആദ്യത്തെ ഭാഗം. അതാണ് ഒന്നാമത്തെ യുദ്ധം. അത് മഹാഭാരത യുദ്ധം തന്നെയാണ്. ധർമ്മയുദ്ധം. അധർമ്മികളായ കൗരവരുടെ അടുത്തുനിന്നെല്ലാം എല്ലാം പിടിച്ചിട്ട് ആർക്ക് കൊടുക്കുന്നു? പാണ്ഡവർക്ക് കൊടുക്കുന്നു, നീതിമാന്മാർക്ക്. അപ്പോൾ രണ്ടിലും കഥ ഒന്ന് തന്നെയാണ്. ഇതിൽ മഹാഭാരത യുദ്ധം കൃഷ്ണൻ്റെ പേര് പറഞ്ഞെങ്കിലും മറ്റേത് കൽക്കി പുരാണത്തിൽ കലിയുഗത്തിൻ്റെ ആദ്യ ഭാഗം ഇത്തരത്തിൽ പണമെല്ലാം പിടിച്ചിട്ട് നല്ല ആൾക്കാർക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞു വെച്ചിട്ട്, രണ്ടാമത്തെ യുദ്ധത്തിലാണ് പ്രളയത്തെപ്പറ്റി പറയുന്നത്. പ്രളയത്തിലൂടെ എവിടത്തേക്ക് കൊണ്ടുപോകുന്നു? ദ്വാപര യുഗത്തിലേക്ക് കൊണ്ടുപോകും. ആ കഥയും മുമ്പ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിതിലേതിലാണ്? നമ്മളെല്ലാം ജീവിക്കുന്ന ഇതേമാതിരി ധർമ്മത്തിന് വേണ്ടിയാണ്, ആ യുഗത്തിലാണ്. അല്ല, അങ്ങനെ ഒരു യുദ്ധം ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള. കൊളോണിയലിസത്തിൻ്റെ യുദ്ധം നമ്മൾ കണ്ടു കഴിഞ്ഞു, 2ാം ലോകമഹായുദ്ധം കണ്ടു കഴിഞ്ഞു. 3ാം ലോകമഹായുദ്ധം നമ്മൾ ഇവിടെ വിവരിക്കാൻ പോകുന്ന ലോകമഹായുദ്ധം കണ്ടിട്ടില്ല, അല്ലെങ്കിൽ മഹാഭാരത യുദ്ധം നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഈ വർണ്ണനകളിലൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാക്കും, നമ്മൾ മഹാഭാരത യുദ്ധത്തിൻ്റെ നടുവിലാണ് നിൽക്കുന്നത്. അത് തന്നെയാണ് 3ാം ലോകമഹായുദ്ധവും. ഇത്രയും ഒരു ആമുഖത്തോടു കൂടി നമുക്ക് ശ്രീമദ് ഭഗവത്ഗീതയിലെ അർജുന വിഷാദ യോഗത്തിലേക്ക് കടക്കാം. ഇത് നമ്മുടെ ചരിത്രവുമായിട്ട് ചിന്തിച്ചുകൊണ്ട് തന്നെ പോകണം. കാരണം നമ്മൾ ഈ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. നമ്മളിതെല്ലാം കണ്ടിരിക്കണം.
കാരണം നമ്മൾ ഗോത്ര കാലഘട്ടത്തിലെ ചരിത്രം പഠിച്ചിട്ടുണ്ട്, കൊളോണിയലിസവും നമ്മൾ പഠിച്ചിട്ടുണ്ട്, വിദേശാധിപത്യത്തിൻ്റെ ഫലമല്ല. രണ്ടാം ലോകമഹായുദ്ധം വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ മൂന്നാം ലോകമഹായുദ്ധം, മഹാഭാരത യുദ്ധം അതിൻ്റെ ശേഷം സംഭവിക്കേണ്ടതാണ്. നമ്മളെ ചരിത്രത്തിലൊന്നും ഇല്ല. പക്ഷേ ഇത് ലോകത്തെ മാറ്റിക്കറിച്ചിട്ട് എങ്ങനെയുള്ള ഒരു ലോകമാണ് ഉണ്ടാക്കുന്നത്? നല്ല ധർമ്മത്തിനനുസരിച്ച് കുറച്ച് ആൾക്കാരുണ്ടാകുന്ന ഒരു ലോകമാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് പേരേ ഉണ്ടാവും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം പ്രളയമെല്ലാം നടക്കുമ്പോൾ നമ്മൾ കണ്ടല്ലോ, ഇപ്പോൾ ഇവിടെ ഒരു ഉരുൾപൊട്ടലെല്ലാം ഉണ്ടായി. അവിടെ അത് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ രക്ഷപ്പെടുന്ന മനുഷ്യർ എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് നിലനിൽപ്പിന് വേണ്ടിയിട്ട് നിലനിൽക്കുന്ന ഒരു സമയമുണ്ട്. അതാണ് സുന്ദരമായ മനുഷ്യൻ. എല്ലാവരും ഒരു ലക്ഷ്യത്തിന് വേണ്ടി. അതുപോലെ ഒരു ലോകമഹായുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാം നശിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടുന്നവർ അവർക്കൊരൊറ്റ മനസ്സായിരിക്കും, എങ്ങനെയെങ്കിലും ഈ ഒരു പുതിയൊരു ലോകം ഉണ്ടാക്കിയെടുക്കണം. നശിച്ചുപോയി, ഇനിയൊന്ന് ഉയർത്തെടുക്കണം. ആ യുദ്ധത്തിൻ്റെ ശേഷം ഉണ്ടാകുന്ന ജനത്തിന് കുറച്ചു കാലം എന്തേ ഉണ്ടാവുകയുള്ളൂ, അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാവും. അതാണ് ഏറ്റവും നല്ല. പക്ഷേ ശാസ്ത്രജ്ഞാനമുണ്ട്, നശിച്ചാലും കുറേയെല്ലാം പുരോഗതികളെല്ലാം ഉണ്ടായിരിക്കുമല്ലോ. അതെല്ലാം കൂടിയിട്ട് സുന്ദരമായ ലോകം കുറച്ച് കാലത്തേക്ക് ഉണ്ടാവും. പിന്നെ അവരും ദുഷിക്കും. കുറച്ച് കഴിയുമ്പോൾ മനുഷ്യന് പിന്നെ സ്വാർത്ഥത കുറച്ച് കഴിയുമ്പോൾ വരും. അതോടുകൂടിയാണ് യാദവർ തമ്മിൽ തല്ലുന്നതെന്നെല്ലാം പറഞ്ഞ് അവസാനം കൽക്കി വന്നിട്ട് എല്ലാം മാറി എല്ലാം അടിച്ചു കൊന്നിട്ട് ആദ്യ പ്രളയം ഉണ്ടാക്കിയിട്ട് ഒന്നേന്ന് തുടങ്ങുന്നു. അപ്പം ലോകം ഇങ്ങനെയൊരു സുന്ദരമായ ലോകം കുറച്ച് പേർക്കായിട്ട് അവസാനം ഉണ്ടാക്കിയെടുക്കുക. എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ഒരു കാര്യമില്ല, ഒന്നും പറയാൻ പറ്റില്ല. എന്നാൽ അത് ആ ശക്തിയുടെ അങ്ങനെയാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ചരിത്രം വേദവ്യാസം പറയുന്നതേ ഉള്ളൂ. ഈ അനുഭവത്തിലൂടെ അത് പറയുന്നു, അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് ഇതിലേക്ക് വരാം. അപ്പം ഇവിടെ ഒന്നാമത്തേൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, സഞ്ജയനോട് അർജുന വിഷാദയോട്. സഞ്ജയനോട് ധൃതരാഷ്ട്രർ ചോദിക്കുന്നു. ധൃതരാഷ്ട്രർ എന്ന് പറഞ്ഞാൽ കണ്ണില്ലാത്ത രാജാവാണ്. രാജാവ് അപ്പം സഞ്ജയന് നല്ല ജനങ്ങളോട്, വിശ്വാസമുള്ള ചില ജനങ്ങളോട് എന്താണ് യുദ്ധക്കളത്തിൽ നടക്കാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ദീർഘവീക്ഷണത്തിലോട് കൂടിയാണ് അകത്തുള്ള ഒരു കണ്ണിലൂടെയാണ് ലോകത്തെ കണ്ടുകൊണ്ട് ഫലം പറയുന്നത്. ഇതാരോടാണ് പറയുന്നത്? ദുർഭരണാധികാരികളോടാണ്. ലോകം ഇങ്ങേക്കാണ് പോകാൻ പോകുന്നത്, ഒരു വലിയൊരു യുദ്ധത്തിലേക്കാണ് പോകുക. ധർമ്മത്തിനനുസരിച്ച് രാജാക്കന്മാർ പ്രവർത്തിച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് പറഞ്ഞു തരികയാണ്. ഇന്നത്തെ ഭരണാധികാരികൾക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഇത് പറയുന്നത്. ലോകം ഇങ്ങനെയാണ് ഇനി പോകാൻ പോകുന്നതെന്നുള്ള ചരിത്രം പറഞ്ഞു തരികയാണ്. അപ്പോൾ സഞ്ജയൻ എന്ത് പറയുന്നു? സഞ്ജയനോട് ചോദിക്കുന്നു, ധർമ്മമാകുന്ന കുരുക്ഷേത്രത്തിൽ അപ്പോൾ ഒരു ധർമ്മയുദ്ധമാണ് നടക്കുന്നത്. ധർമ്മം എന്താണ്? ചൂതുകളിയല്ല, അധ്വാനിച്ചിട്ട് പണം ഉണ്ടാക്കുക. രാഷ്ട്രം അത് വേദങ്ങളെ വിസ്തരിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. ചൂതുകളിൻ്റെ എല്ലാം ഗുണങ്ങളെല്ലാം പറഞ്ഞു തന്നല്ലോ. ചൂതുകളിയിലൂടെ എന്താ സംഭവിക്കുന്നത്? പണം എങ്ങനെയെങ്കിലും പാണ്ഡവർക്ക് നല്ലൊരു സ്ഥലം ഉണ്ടായിരുന്നു. അല്ല, ഒരു തല്ലിപ്പൊളി സ്ഥലമാണ് കൊടുത്തത്, പക്ഷേ അവരുടെ കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ നല്ലൊരു കെട്ടിടം ഉണ്ടാക്കിയപ്പോൾ അതിൽ കളിയിലൂടെയെല്ലാം ചതിയിലൂടെ അതെല്ലാം സ്വന്തമാക്കിയിട്ട് ഇവരെ അടിച്ച് കളഞ്ഞു. ഇതെല്ലാം നമ്മൾ കാണുന്നു. അപ്പം അങ്ങനെയുള്ളൊരു, അതുകൊണ്ടാണ് അവസാനം ഒരു സെൻറ്റ് സ്ഥലം അവർക്ക് ഒരു സൂചി കുത്താൻ സ്ഥലം കൊടുക്കില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഇവരെ അകറ്റിയായിട്ട് മാറ്റുകയാണ്. അങ്ങനെയൊരു വ്യവസ്ഥിതി വരുമ്പോഴാണ് കാലം ഇതിനെ അടിച്ചു മാറ്റുന്നത്. കാരണം ആ വ്യവസ്ഥിതി എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അത് തന്നെയാണ് മഹാഭാരത യുദ്ധം, അത് തന്നെയാണ് മൂന്നാം ലോകമഹായുദ്ധം. അപ്പം ചോദിക്കുകയാണ്, ധർമ്മമാകുന്ന കുരുക്ഷേത്രത്തിൽ ലോകത്തിൽ മുഴുവൻ സംഭവിക്കുന്നതാണിത്, അല്ലാതെ ഏതെങ്കിലും ഒരു ദേശത്തിലല്ല. എൻ്റെ പുത്രന്മാരും പാണ്ഡവരിപ്പോൾ എന്ത് ചെയ്യുകയാണെന്ന് ചോദിക്കുകയാണ്. കുരുക്ഷേത്രം യുദ്ധം ആരംഭിക്കുമ്പോൾ മുമ്പിലുള്ളത് എൻ്റെ പുത്രന്മാരും പാണ്ഡവരും എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്?
ഇപ്പം 2:3 എന്ത് പറയുന്നു? സഞ്ജയൻ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സഞ്ജയൻ കാണുന്നത് എന്താണ്? അവിടെ ദുര്യോധനൻ തൻ്റെ ഗുരുവിനെ സമീപിച്ചിട്ട് പറയുകയാണ്, നിങ്ങളുടെ ഗുരുവിനെ സമീപിച്ചിട്ട് എന്താണ് പറയുന്നത്? അങ്ങയുടെ ശിഷ്യനും അങ്ങയുടെ ശിഷ്യന്മാരാണ് അപ്പുറത്തെ ഭാഗത്ത് നിൽക്കുന്നത്, ബുദ്ധിമാന്മാരും ദ്രുപദപുത്രനാൽ അണിനിരത്തപ്പെട്ട പാണ്ഡവന്മാരെ സൈന്യത്തെ ആദ്യം അങ്ങ് ദർശിക്കുക. അപ്പോൾ ആരതാണ് ദർശിക്കേണ്ടത്? അങ്ങവര് അതായത് ഗുരു പഠിപ്പിച്ച ശിഷ്യന്മാരാണ് മറുവശത്ത് നിൽക്കുന്നത്. ഗുരു പഠിപ്പിച്ച ശിഷ്യന്മാർ. അപ്പം ഗുരുവിന് എന്ത് തോന്നുക? ഞാൻ പഠിച്ചപ്പോൾ ഞാൻ പറയുന്ന കേൾക്കാതെ മറുവശത്ത് നിൽക്കുന്നത്. കാരണം ഗുരു അധർമ്മത്തിൻ്റെ ഭാഗത്താണ്, ശിഷ്യൻ ധർമ്മത്തിൻ്റെ ഭാഗത്താണ്. എന്തുകൊണ്ടാണ് ഈ ഗീത ഉപദേശിക്കേണ്ടി വന്നത്? കാരണം ഇതൊരു പ്രത്യേകതര യുദ്ധമാണ്. മറ്റുള്ള പരശുരാമ യുദ്ധം എന്നെല്ലാം പറഞ്ഞാൽ രാജാക്കന്മാർ തമ്മിലാണ്, കൊളോണിയലിസത്താണ്, വേറെ രാജ്യ ഭരണത്തിനെതിരായിട്ടാണ്. ഇത് സ്വന്തം കുടുംബത്തിലെ അംഗങ്ങൾ തന്നെയാണ് ഏറ്റുമുട്ടുന്നത്. അത് ഇന്നത്തെ സാഹചര്യമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ നോക്കിക്കോളും. ഇപ്പം ചില രാജ്യങ്ങളെല്ലാം ചുട്ടുകരിച്ചിട്ടുണ്ട്. ഇറാഖ്, അതുപോലെ പല രാഷ്ട്രങ്ങളും. അവിടെ ആരാണ് ഏറ്റുമുട്ടിയത്? അവിടെയുള്ള രാജ്യങ്ങളിലെ ആൾക്കാർ തമ്മിൽ തന്നെയാണ് തല്ല് പിരിയുന്നത്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ ആൾക്കാർ തന്നെ പലതായി തിരിഞ്ഞിട്ട് തമ്മിൽ തല്ലുകയാണ്. ഒരു നാട്ടിലെ തന്നെ ഷിയ സുന്നി എന്നെല്ലാം പറഞ്ഞിട്ട് തമ്മിൽ തല്ലുന്നു, ക്രിസ്ത്യാനികൾ ഇസ്ലാമിസ്റ്റുകൾ എന്നെല്ലാം പറഞ്ഞിട്ട് തമ്മിൽ തല്ലുന്നു. അവിടെ അത് പറയുമ്പോൾ ഇവിടെ നമ്മളെ നാട്ടിലും അതിനും പുഷ്പിച്ചുകൊണ്ട് ആൾക്കാർ തമ്മിൽ തല്ലുകയാണ്. അവിടെ പുട്ടിനും ഉക്രൈനും തമ്മിലുള്ള യുദ്ധത്തിൽ പുട്ടിൻ്റെ പക്ഷം ഒരു പക്ഷം പിടിക്കും, ഇവിടെ ഒരാൾ പിടിക്കുമ്പോൾ ബൈഡൻ്റെ പക്ഷം വേറൊരു പക്ഷം പിടിച്ചിട്ട് തർക്കിക്കുകയാണ്. യൂട്യൂബ് നോക്കിയാൽ കാണാം, പരസ്പരമുള്ള തെറിവിളികളാണ് അങ്ങോട്ടുള്ളത്. ഒരു ഭാഗത്തെ പൊക്കിയും മറുഭാഗത്തെ കുറ്റം പറഞ്ഞുകൊണ്ടുള്ള ഏതോ നാട്ടിലടിക്കുന്നതാണ്. ഒന്ന് തന്നെ ചിന്തിച്ചോളുമോ, അമേരിക്കയിൽ ഈ ഇലക്ഷനിൽ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന ട്രംപിനെ വെടിവെച്ചു. ഇതെല്ലാം നമ്മൾ കണ്ടി. ഒരു നാട്ടിലുള്ള ആൾക്കാർ മറ്റവരെ വെടിവെക്കുകയാണ്. അപ്പം ഈ യുദ്ധത്തിൻ്റെ പ്രത്യേകത മനസ്സിലായല്ലോ. ഓരോ രാജ്യത്ത് എന്തെങ്കിലും ഒരു രാജ്യത്ത് സംഭവിക്കുമ്പോൾ മറ്റുള്ള രാജ്യങ്ങളിലെല്ലാം അതിൻ്റെ ഓരോ പക്ഷവും പിടിച്ചിട്ടുള്ള ഏറ്റുമുട്ടലുകളാണ്. ഒരു കുടുംബത്തിൽ തന്നെ രാഷ്ട്രീയപരമായിട്ട് എത്ര വിഭാഗങ്ങളാണ് അവർ തമ്മിൽ സംഘടനകൾ കുടുംബത്തിൽ തന്നെ നടക്കുന്നത്. അച്ഛനെയും അമ്മേനെയും വിട്ടിട്ട് ഒരു പെണ്ണ് വേറൊരാളുടെ വേറെ മതമായിരിക്കാം, വേറെ മതത്തിലെ പയ്യൻ്റെ കൂടെ പോയിട്ട് കോടതിയിൽ കേസ് കൊടുക്കും, അച്ഛനും അമ്മയ്ക്കും എതിരായി. അതിന് പക്ഷം പിടിക്കാനും മതത്തിൻ്റെ ആൾക്കാർ അപ്പോഴും ഇപ്പോഴും പക്ഷം പിടിക്കും. എന്നിട്ട് അവർ തമ്മിൽ തല്ലലാണ്. ഇതെല്ലാം നമ്മൾ കൺമുമ്പിൽ കാണുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ളൊരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഈ ഏറ്റുമുട്ടലുകൾ എന്ന് പറഞ്ഞാൽ ഓരോ കുടുംബത്തിൽ, ലോകത്തിലുള്ള ഓരോ സംഭവത്തിന്റെ പേരിൽ ഓരോ കുടുംബത്തിലും ഉണ്ട് ഈ ഇഷ്യൂകൾ. നമ്മളിതെല്ലാം കണ്ണു തുറന്ന് കണ്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ നടക്കുന്ന 3ാം ലോകമഹായുദ്ധത്തിന്റെ പ്രത്യേകത എന്താണെന്ന്. രാഷ്ട്രങ്ങൾ തമ്മിലല്ല, പക്ഷം പിടിച്ചിട്ട് ലോകം മുഴുവൻ ഇതിൻ്റെ അകത്ത് അണിചേരുകയാണ്. ഓരോ പക്ഷം പിടിച്ചിട്ടുള്ള ഓരോ വീട്ടിലും ഇതിൻ്റെ അലയൊലികളുണ്ട്. സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ കാണാൻ പറ്റും. അപ്പോൾ അതാണ് പാണ്ഡവരും എൻ്റെ മക്കളും പാണ്ഡവരും എല്ലാം ചേട്ടൻ്റെയും അനിയൻ്റെയും മക്കളാണ്. യുദ്ധക്കളത്തിൽ അണിചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഏത് യുദ്ധമാണിത്? മഹാഭാരതം. അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇപ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. കൃഷ്ണൻ ഉപദേശിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് പറയാൻ പോവുകയാണ്. അപ്പോൾ ഗുരുവന്മാരോട് എന്ത് പറയാണ്? നിങ്ങളെ പുത്രൻ, നിങ്ങൾ പഠിപ്പിച്ച ശിഷ്യന്മാരാണ് അപ്പുറത്ത് നിറയുന്നത്. അപ്പം ഗുരുവിനെന്താവും?
ആഹാ, അങ്ങനെയാണ്. അത് പറ്റില്ലല്ലോ. കാരണം ശിഷ്യൻ എന്നെ അറ്റാക്ക് ചെയ്യുക, അപ്പം തലപ്പൊരു ഇത് വരും. ഒരു ഉണർവ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ദുര്യോധനൻ്റെ ബുദ്ധി. അങ്ങ് ദർശിക്കുക, അത് കാണുക. എന്നിട്ട് എന്ത് പറയുന്നു? 4-5 പറയുന്നു, അതിൻ്റെ അകത്തുള്ള ആൾക്കാരെല്ലാം ഒന്ന് നോക്കിക്കോളൂ, നല്ല ഭീഷന്മാരാണ് അപ്പം നിൽക്കുന്നത്. ഒന്ന് ഇങ്ങനെ ഒന്ന് ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട്. ഭീമനുണ്ട്, അർജുനുണ്ട്, വിരാടുണ്ട്, ധ്രുവനുണ്ട്, മറ്റേ കാശിരാജനുണ്ട്, അഭിമന്യുണ്ട്, പിന്നെ പാണ്ഡവരുടെ പുത്രരും എല്ലാ പ്രാണിയരൊക്കെയാണ്. അതെല്ലാം നോക്കിക്കോളൂ എന്ന് പറയും. ഇതിൽ 4-5 എല്ലാവരുടെ പേരൊന്നും പറഞ്ഞിട്ട് ഇവിടെ പോകുന്നു. ഇനി 6, 7, 8, 9 ഇങ്ങനെ ഒന്ന് പൊക്കിച്ചിട്ട് ബ്രാഹ്മണ ശ്രേഷ്ഠ എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ്. ഇനി നമ്മളെ പക്ഷത്തുള്ള വിശിഷ്ട വ്യക്തികളെയും ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പുറത്ത് ശിഷ്യന്മാരാണ് നിൽക്കുന്നത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ ഒന്ന് ശിഷ്യനെ ശരിയാക്കാൻ അത് ശരിയല്ലല്ലോ. അപ്പോൾ ഒന്ന് ഉണർവും. ഇനി ഇപ്പോഴത്തെ വട്ടത്ത് എന്ത് പറയുകയാണ്? നമ്മളെ വട്ടത്തുള്ള നോക്കിക്കോളൂ, അങ്ങുണ്ട്, ഭീഷ്മരുണ്ട്, പിന്നെന്തുണ്ട്, കൃപാചാര്യരുണ്ട്, അശ്വത്ഥാമാവുണ്ട്, വികർണനുണ്ട്, ഇങ്ങനെയെല്ലാം കുറേ ആളുകളുടെ വീരന്മാരെല്ലാം ഉണ്ട്. അവരെല്ലാം എല്ലാ ആയുധങ്ങളും പ്രയോഗിക്കുന്നതിൽ സമർത്ഥരാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പൊക്കി ആവേശം കൊടുക്കുകയാണ്. എന്നിട്ടെന്ത് പറയുകയാണ്? 10 മുതൽ 11 വരെ. പിന്നെ അതുമാത്രമല്ല, പത്ത് മുതൽ 11 വരെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഭീഷ്മരാണ് നമ്മളെ നയിക്കുന്നത്. നമ്മളെ പക്ഷത്ത് ഭീഷ്മരാണ് നയിക്കുന്നത്. സേനയാണെങ്കിൽ എന്താണ്? ഒരു പരിമിതിയില്ലാത്തതാണ്. അത്രയും പരിമിതിയൊന്നും ഇല്ലാതെ അത്രയും വലിയ സേനയാണ്. പക്ഷേ അപര്യാപ്തമാണ്, പര്യാപ്തമല്ല. അവരോട് ഏറ്റുമുട്ടാൻ പര്യാപ്തമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്ന് ആക്കിക്കൊടുക്കുകയാണ്. എല്ലാ സൗകര്യമുണ്ട്, എല്ലാ സേനകളും ഉണ്ട്. ഭയങ്കര സേന, അതിനൊന്നും ലിമിറ്റൊന്നുമില്ല, എല്ലാം ഉണ്ട്. പക്ഷേ പര്യാപ്തമാണ്. പര്യാപ്തമൊന്നുമല്ല ജയിക്കാൻ പറ്റിയിട്ട്. എന്നിട്ട് എന്ത് പറയാണ്? എന്നാൽ അപ്പുറം ഭീമൻ രക്ഷിക്കുന്ന സേനയാണുള്ളത്. അത് പരിമിതമാണ്. കണ്ടു കഴിഞ്ഞാൽ ചെറുതെന്നല്ല തോന്നും, നല്ല ചെറുതാണ്, പക്ഷേ പര്യാപ്തമാണ്. പക്ഷെ അവരെ നിങ്ങളെല്ലാം തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നമ്മളെല്ലാം പ്രയോഗിക്കുന്ന ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് പ്രയോഗിക്കുന്ന തന്ത്രങ്ങൾ തന്നെയാണ് ദുര്യോധനൻ പ്രയോഗിക്കുന്നത്. എന്നിട്ട് എന്ത് പറയുന്നു? അതുകൊണ്ട് എല്ലാവരും അവരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഭീഷ്മരെ രക്ഷിക്കണം. എന്നിട്ട് ദുര്യോധന എന്ന വാക്കുകൂടി, രാജാവല്ലേ, യുവരാജാവാണ്. എന്നിട്ട് എന്ത് പറയാണ്? ഭീഷ്മരെ രക്ഷിച്ചോളണം. ഓരോ സ്ഥാനത്ത് നിന്നിട്ട്, കാരണം അറിയാൻ ഈ പക്ഷത്തിലുള്ളത് എല്ലാം തികഞ്ഞിരിക്കുന്ന ഭീഷ്മരാണ്. കാരണം എല്ലാ ജ്ഞാനവും വിദ്യയെല്ലാം ഉണ്ട്. പക്ഷെ എന്താണ്? ആ ഭരണത്തോടൊരു വിധേയത്വം വന്നില്ല. തലപ്പത്തിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം ഒരു വിധേയത്വമുണ്ട്. അതുകൊണ്ട് എന്ത് തെറ്റ് ചെയ്യാൻ ആ സീറ്റിലിരുന്നവർ എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് അംഗീകരിച്ച് ഒപ്പിട്ട് കൊടുക്കുക. അല്ലാതെ പ്രതികരണ ശേഷിയില്ലാത്ത ഒരു വ്യക്തിയാണ് ഭീഷ്മർ. പക്ഷെ എല്ലാ കഴിവുണ്ട്. ഇവരുടെ പക്ഷത്ത് നിൽക്കുമ്പോൾ ഭീഷ്മർ എന്ത് വേണം? ഭീഷ്മർ പോയ ഇവരുടെ കാര്യം പോയി. കാരണം ദുര്യോധനന് ശൈലിക്കൊന്നും ഒരു കഴിവുമില്ല. ഈ പിന്നിലെല്ലാം കിടന്ന് കളിക്കുന്നവരുണ്ടല്ലോ, ദുര്യോധനായാലും ദുശാസനായാലും ശകുനിയായാലും, ഇതെല്ലാം ഇടയിൽ കിടന്ന് കളിക്കാനും കുതന്ത്രങ്ങളല്ലാതെ നൈക്കണ്ടിക്കില് കർണനും ഭീഷ്മരും എല്ലാം തന്നെ. കർണനും പറ്റൂല, ഭീഷ്മര് തന്നെ വേണമെന്ന് ആർക്കറിയാം? ദുര്യോധന നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് എന്ത് വേണം? അദ്ദേഹത്തെ രക്ഷിക്കണം. പിന്നെ എന്തും കൂടിയും പറയുന്നുണ്ട്, നിങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് നമ്മൾ ജീവൻ പോലും ബലിയർപ്പിക്കാൻ തയ്യാറായിക്കൊണ്ടല്ലാണ് നമ്മൾ ഗുരുവിൻ്റെ പക്ഷത്ത് നിൽക്കുന്നത് എന്നല്ല ഒന്ന് പൊക്കി അടിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളെ ജീവൻ പോലും ത്യജിച്ചിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നതെന്ന് അടിച്ച് വിട്ട് കൊടുത്തിട്ട് ഇവിടെ. എന്നിട്ട് 12 മുതൽ 13 വരെ പറയുന്നു. എന്താണെന്ന് വെച്ചാൽ ദുര്യോധനനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഇതെല്ലാം കേട്ടപ്പോൾ ദുര്യോധനൊന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി ഭീഷ്മ പിതാമഹൻ എന്ത് ചെയ്തു? ഭീഷ്മർ എന്ത് ചെയ്തു? സിംഹഗർജനം മുഴങ്ങി. അപ്പോൾ അടുത്ത് തന്നെ ഭീഷ്മരും ഉണ്ടല്ലോ.
അപ്പം ഭീഷ്മർ എന്ത് ചെയ്തു? സിംഹഗർജനം മുഴക്കി. അപ്പോൾ മറ്റുള്ളവരും എല്ലാം വാദ്യ ഘോഷങ്ങളെല്ലാം നടക്കും. ഇതെന്ന് പറയുമ്പോൾ ഒരു യുദ്ധം തുടങ്ങുമ്പോൾ ആദ്യം തന്നെയുള്ള, നമ്മളിപ്പോൾ ഒരു വോട്ടിങ് നടക്കുന്നതിനെക്കാട്ടി മുമ്പിൽ ഇന്നൊരു കൊട്ടിക്കലശം ഉണ്ടല്ലോ, അപ്പരിപാടിയാണിത്. ഏത് യുദ്ധം നടക്കുമ്പോഴും നമ്മൾ ഇപ്പോൾ ഈ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം നടക്കാൻ പോകുമ്പോൾ എല്ലാ രാഷ്ട്രങ്ങളും പക്ഷം പിടിച്ചുകൊണ്ട് എന്തെല്ലാം പ്രസ്താവനകളാണ് അടിച്ചതെന്ന് ചിന്തിച്ചു കൊടുക്കുന്നത്. ഇപ്പം ശരിയായി കഴിയും, ഇന്നായതുകൊണ്ട് ഇന്നത് വെച്ച് നമ്മൾ അത് കണ്ടു കഴിഞ്ഞാൽ അന്തം വിട്ടുപോയി. ഈ പ്രസ്താവനയെല്ലാം അടിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ആദ്യം ഞാൻ കേട്ടത് ഉക്രൈനെ വർണ്ണിച്ച് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ഉക്രൈൻ്റെ വീട്ടിലുള്ളവരെല്ലാം പെണ്ണുങ്ങളകത്തിരുന്നിട്ട് കുപ്പിയിൽ പെട്രോൾ തുടങ്ങി, പെട്രോൾ ബോംബ്. റഷ്യ യുദ്ധത്തിന് വരുമ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങൾ പൊക്കി അടിച്ചതാണ്. സ്ത്രീകളെല്ലാം വീട്ടിലിരുന്നിട്ട് കുപ്പിയിൽ പെട്രോൾ കാണിക്കുന്നു, പുറത്ത് തിരി വയ്ക്കുക, എന്തെല്ലാം ചെയ്യേണ്ടത് എന്നിട്ട് വെയിലത്തിട്ട് ഉണക്കുക. മറ്റോടെ പുരുഷന്മാരുടെ ജോലി, പുറത്ത് ചെന്നിട്ട് വർക്ക്ഷോപ്പിൽ ഇതെല്ലാം മാധ്യമങ്ങൾ അടിച്ചതാണ്. അത്രയും വലിയ ധീരമായിട്ട് അവരെല്ലാം ഇറങ്ങിയിരിക്കുകയാണ്. പിന്നെ ഈ വർക്ക്ഷോപ്പിലെല്ലാം ഉണ്ടല്ലോ ഇങ്ങനെ ഇരുമ്പിൻ്റെ ക്രോസ് ഉണ്ടാവുമല്ലോ, ഈ സാധാരണ സെക്രട്ടേറിയറ്റിലെല്ലാം ധർണ നടത്താൻ പോകുമ്പോൾ തടുക്കാൻ പറ്റി ബാരിക്കേഡുമായി കുറച്ച് വെക്കുമല്ലോ, അതുമാതിരി ഈ അവരുടെ തലസ്ഥാനത്ത് വരാതിരിക്കാൻ വേണ്ടി റോഡുമെല്ലാം ഇങ്ങനെ ഈ വരുന്ന സാധനം മുകളിലൂട്ടിയെല്ലാം വന്നിട്ടാണ് ബോംബിട്ടിട്ട് തകർക്കുന്നത്. ഇതെല്ലാം എടുത്തൊക്കെ തെറിക്കും, അല്ലെങ്കിൽ വല്ലതും മെഷീനും കൊണ്ട് വന്ന് ഇനി എല്ലാം എടുത്ത് കളയാൻ വലിയ പാടാണ്. ഇതൊന്നും ചിന്തിക്കാതെ ഇങ്ങനെ മണ്ടത്തരങ്ങൾ വായിക്കുന്നതെന്നെല്ലാം മാധ്യമങ്ങൾ വിളിച്ച് പറയാൻ തുടങ്ങി. പക്ഷെ എന്തിനു വേണ്ടിയാണ്? നമ്മളെ അണികൾക്കൊരു ആവേശം കൊടുക്കാൻ വേണ്ടി. ഇതെല്ലാം കേൾക്കുമ്പോൾ അതിനാണ് കൊട്ടിക്കലശത്തിന് ഇലക്ഷൻ്റെ തലേന്നല്ലോ ഈ കൊട്ടിക്കലശെല്ലാം കാണിക്കുന്നതിൻ്റെ ഉദ്ദേശം ഇതാണ്. ഒരു യുദ്ധതന്ത്രം ഇതെല്ലാം ഉണ്ടാവും. അതെല്ലാം ഇവിടെ എഴുതി വെച്ചിരുന്ന ഒരു യുദ്ധം നടക്കുമ്പോൾ ഇങ്ങനെ പല പ്രസ്താവനകളും രണ്ട് കൂട്ടരും അടിച്ചുവിടും. അപ്പോൾ ഇവർ ഇത് ചെയ്യുമ്പോൾ അപ്പോൾ 14 മുതൽ 19 വരെ ഒരു വെളുത്ത കുതിരയിൽ കെട്ടിയ രഥത്തിൽ കൃഷ്ണനും അർജുനനും കൂടിയിട്ട് വരുന്നു. അവരും എന്ത് ചെയ്യുന്നു? ശംഖനാഥയെല്ലാം മുഴക്കുന്നു, അവരുടേതായ അവരെല്ലാവരും കൂടിയിട്ട്. ഇതെല്ലാം കേട്ടപ്പോൾ ധൃതരാഷ്ട്രപുത്രന്മാരുടെ ഹൃദയം പിളർന്നു എന്നും പറയുന്നുണ്ട്. അതായത് ദുര്യോധനാദികൾക്ക് ഇതെല്ലാം ഇവരുടെ ബഹളമെല്ലാം കേട്ടപ്പോൾ ഒന്നും ഉള്ളിൽ പടച്ചിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുകയാണ്. മറുപക്ഷത്തെ ഒന്ന് ഹൃദയത്തിൽ പേടിയുണ്ടാക്കിക്കുക. അതിനാണ് ഈ ഇപ്പം റഷ്യ തന്നെ ചെയ്യുന്നത് ശ്രദ്ധിച്ചാൽ മതി. എപ്പോഴും അവരെ സാത്താൻ എന്ന് പറഞ്ഞാൽ വലിയ സാധനം ഉണ്ടല്ലോ, ന്യൂക്ലിയർ ബോംബ് ലോകം മുഴുവൻ കയറ്റാൻ പറ്റും, അതിനിടക്ക് കാണിക്കും. അല്ലെങ്കിൽ വേറൊരു മിസൈൽ ഉണ്ടായിരുന്നു, ഒന്ന് പോയിട്ട് 8 പിന്നെ പലതായിട്ട് തിരിയുന്നു. അതെല്ലാം കാണിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചിട്ടാണ് ഇതിങ്ങനെ എടുത്ത് കാണിക്കും. മറ്റേ കക്ഷികളെ മനസ്സിലൊരു പേടി ഉണ്ടാക്കാം. അപ്പം ഇതെല്ലാം ഇന്ന് നമ്മൾ കാണുന്ന സംഭവങ്ങൾ ഇവിടെ വിളിച്ച് പറയുന്നതേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഇന്നത്തെ സംഭവങ്ങൾ തന്നെയാണ് ഇവിടെ കഥരൂപത്തിൽ അവതരിപ്പിച്ചത്. ഇനി 20 മുതൽ 23 വരെ. അപ്പോൾ അർജുനന് എന്ത് പറയുന്നു? അർജുനൻ വില്ലെല്ലാം എടുത്തിട്ട് ഇങ്ങനെ ഉയർത്തിയിട്ട് കൃഷ്ണനോട് വന്ന്, കൃഷ്ണ എനിക്ക് എൻ്റെ രഥം കൊണ്ടുപോയിട്ട്, കൃഷ്ണനാണല്ലോ തേര് തെളിക്കുന്നത്, കാലമാണ് തേര് തെളിക്കുന്നതെന്ന് മനസ്സിലായിക്കോളണം. കാലമാണ് ഇവരെ മുന്നോട്ടേക്ക് നയിക്കുന്നത്. ഈ യുദ്ധത്തിലെ നയിക്കുന്നത് കാലമാണ്. ഇതെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചതാണ്. ഇങ്ങനെ തന്നെ നടക്കുള്ളൂ എന്നാണ് വേദവ്യാസം പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടം കഴിയുമ്പോൾ ഒരു മഹാഭാരത യുദ്ധമുണ്ട്, അത് 3-ാം ലോകമായുധമാണ്, അത് നടന്നേ പറ്റും, കാലം തെളിച്ചു കൊണ്ടുപോകും. അപ്പോൾ അർജുനൻ പറയുന്നു എൻ്റെ രഥം കൊണ്ടുപോയിട്ട് ആ 2 സേനയും നടുവിലങ്ങ് വെക്കും. എനിക്ക് അവിടെ പോരാടാൻ നിൽക്കുന്ന ആൾക്കാരെയെല്ലാം എനിക്കൊന്ന് കാണും. ആരാണ് ഈ ദുഷിച്ച ഈ ദുര്യോധനാദികൾക്കെല്ലാം എതിരായിട്ട് പോരാടാൻ, ദുര്യോധനാദികൾക്കെല്ലാം വേണ്ടിയിട്ട് നിൽക്കുന്ന ആ പക്ഷത്തിൽ ആർക്ക് വേണ്ടിയാണ്, ആരെല്ലാമാണ് അണിചേർന്നിരിക്കുന്നതെന്ന് എനിക്ക് കാണണം. അപ്പം അർജുനൻ എന്താ വേണ്ടത്? വലിയ വില്ലാളിയായിട്ട് ഈ അധർമ്മം ഇല്ലാതാക്കാൻ വേണ്ടി വലിയ ശൂര പരാക്രമിയായിട്ട് വന്നിരിക്കുകയാണ്. വന്നിട്ട് പറയുന്ന എന്താണ്? ഈ ദുഷിച്ച ഈ ദുര്യോധനെയാണ് മനസ്സിലുള്ളത്, അവനാണല്ലോ ഈ പാടുകൾ ദോഷമെല്ലാം ചെയ്തു വെച്ചത്. അവനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയിട്ട് ധൈര്യത്തിൽ ഉന്മേഷത്തിൽ കയറി വന്നിരിക്കുന്നത്, വീരശൂര പരാക്രമിയല്ലായിട്ട്.
അപ്പോൾ എനിക്ക് അവരെ സഹായിക്കുന്ന കക്ഷികളിൽ എനിക്കൊന്ന് കാണണം എന്നല്ല പറഞ്ഞിട്ട് അതുകൊണ്ട് നടുവിൽ കൊണ്ട് നിർത്തി കൊടുക്കാൻ പറഞ്ഞപ്പോൾ 24-26 വരെ സഞ്ജയൻ പറയുകയാണ്. കൃഷ്ണൻ എന്ത് ചെയ്തു? തേര് കൊണ്ടേറ്റ് നടുവിൽ നിർത്തി കൊടുത്തിട്ട് പറഞ്ഞു, ഇതാ കണ്ടു പോയി നോക്കിക്കോന്ന് പറഞ്ഞു. അവിടെ ഇരുന്ന് നോക്കിക്കോന്ന് പറഞ്ഞു. അങ്ങനെ നോക്കിയപ്പോൾ 26 മുതൽ 27 വരെ പറയുന്നു. അവിടെ നിൽക്കുന്നതാരാണ്? പിതാമഹൻ, ഗുരുക്കന്മാർ, നമ്മളെ പഠിപ്പിച്ച ഗുരുക്കന്മാരാണ് മറുവശപ്പെട്ടത്. ഇതിപ്പോഴത്തെ സംഭവത്തിലില്ലേ എന്നുള്ള ചോദിച്ചാൽ ഗുരുനാഥന്മാരുടെ കാലും കൈയെല്ലാം പറ്റിയത് നമ്മൾ കണ്ടല്ലോ. ഗുരുനാഥൻ്റെ കാലും കൈയും പറ്റിയ സമൂഹമാണ് നമ്മളെ മുമ്പിൽ നിൽക്കുന്നത്. നമ്മൾ കണ്ടില്ലേ ഒരു ഗുരുനാഥൻ്റെ കാലും കൈയെല്ലാം പറ്റി മാറ്റിയത്? ഒരേ നാട്ടിൽ ഗുരുനാഥൻ തന്നെയാണ് പറയുന്നത്. അപ്പോൾ അവരെയും പഠിപ്പിക്കും. വെട്ടിയാളും അയാളെ കയ്യിൽ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അതും ചെയ്യും. അങ്ങനത്തെ മനുഷ്യരാണ് ഇന്നത്തെ മനുഷ്യർ. അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. 2 വിശ്വാസ പ്രമാണത്തിൻ്റെ പേരിൽ എന്ത് തെമ്മാടിത്തും കാണിക്കും. ഒരു ചിന്തയുമില്ല. ഒരു നാട്ടുകാരാണെന്നൊരു ചിന്തയും ഇല്ല. അപ്പോൾ ആരാണ് ഗുരുക്കന്മാർ? അമ്മാവന്മാർ, സഹോദരന്മാർ, പുത്രന്മാർ, കൂട്ടുകാർ, സുഹൃത്തുക്കൾ. ഒന്നിച്ച് നടന്ന സുഹൃത്തുക്കൾ മറുവശത്ത് നിൽക്കുകയാണ്. അത് കണ്ടപ്പോഴാണ് അർജുനന് വിഷാദം ഉണ്ടായത്. തൻ്റെ ഗുരുനാഥന്മാരെ പഠിപ്പിച്ച ഗുരുനാഥന്മാരിലാണ് അപ്പുറത്ത് നിൽക്കുന്നത്. ധർമ്മത്തിന് വേണ്ടി നിൽക്കട്ടെ. ധർമ്മേല പഠിപ്പിച്ച ഗുരുനാഥന്മാർ ഇപ്പോൾ പോയി നിൽക്കുന്ന ഭീഷ്മർ ധർമ്മത്തിന് വേണ്ടി നിൽക്കുന്ന നല്ല ധീരനാണ്. പക്ഷെ നിൽക്കുന്ന നിൽപ്പ് എവിടെയാണ്? മറ്റവരെ വട്ടം. ഇത് ചിന്തിച്ചു നോക്കൂ. ഇതിന്നും ഇല്ലേ? നമ്മളെ കൂടെ നിൽക്കുന്നവർ കാലുമാറുമില്ലേ? രാഷ്ട്രീയത്തിൽ നമ്മൾ കാണുന്നില്ലേ? അച്ഛൻ ഭയങ്കര നേതാവായിരിക്കും ഒരു ഭാഗത്ത്, മോള് ചിലപ്പോൾ ചാടി അപ്പുറത്ത് പോകും, അല്ലെങ്കിൽ മോൻ കയറിയിട്ട് അപ്പുറത്തെ വാക്കുന്നു. ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങിയിട്ട് അപ്പുറം പോക്കാണ്. സ്വന്തം കൂട്ടുകാരെ പോലും വിശ്വസിക്കാൻ പറ്റില്ല. അവരേത് ഭാഗത്താണ് നിൽക്കുക എന്നെല്ലാം നിൽക്കുമ്പോഴേ പറയാൻ പറ്റും. ഏത് കാലത്തെ കഥയാണ് പറയുന്നത്? ഇത് 3-ാം ലോകമായുധമാണ്, നിസ്സാരമല്ല. അതിൻ്റെ മുന്നിലുള്ള കാര്യങ്ങളാണ്. 3-ാം ലോകമഹായുധമായി മാറുമ്പോൾ ലോകം മുഴുവൻ ഇത് 2ആയി ധ്രുവമായിട്ട് അതിനെ പക്ഷം പിടിച്ചുകൊണ്ടുണ്ടാവും. അങ്ങനെയാണ് ഈ ലോകമഹായുദ്ധം നടക്കാൻ പോകുന്നത്. ആരും അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റൂല എന്ന് വേദവ്യാസം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. കാലം അങ്ങനെ കൊണ്ടുപോവുകയാണ്. അത് പോയേ പറ്റൂ. എഴുതി വെച്ചിരിക്കുകയാണ്, മുൻകൂട്ടി പ്ലാൻ ചെയ്ത് തീരുമാനിക്കുക വെച്ചിരിക്കുക. അതാ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന. ഇതിലൂടെയാണ് നമ്മളെ യുഗങ്ങൾ കടന്നു പോകേണ്ടത്. ഇത് കടന്നു പോയേ പറ്റൂ. പരശുരാമ കാലഘട്ടത്തിൽ രാജാക്കന്മാരെല്ലാം കൊല്ലുന്ന കടന്നിട്ടുണ്ട്. കൊളോണിയലിസത്തിൽ 2-ാം ലോകമഹായുദ്ധം ഉണ്ടായിട്ടുണ്ട്. രാവണ യുദ്ധം ഉണ്ടായിട്ടുണ്ട്. 3 ഉണ്ടായേ പറ്റൂ. ചൂതുകളിയും ഇതുമല്ലായിട്ടുള്ള ഒരു ധർമ്മത്തിൻ്റെ ലോകം ഉണ്ടായേ പറ്റൂ. നല്ലൊരു ലോകം. അത് എത്ര കാലത്തേക്കെന്നുള്ളത് പറയാൻ പറ്റില്ല. പിന്നെ പ്രളയമാണ്. അപ്പം ഇതിൽ നമ്മളെവിടെയാണ് ഉള്ളത്? നമ്മൾ ഈ 3-ാം ലോകമായുധത്തിൻ്റെ നടുവിൽ തന്നെയാണുള്ളത്. എന്നിട്ട് വിഷാദിച്ചുകൊണ്ട് 28, 29, 30, 31 എന്ത് പറയുകയാണ്? യുദ്ധം ചെയ്യുവാൻ വേണ്ടി നിൽക്കുന്ന എൻ്റെ ബന്ധുക്കളെയെല്ലാം കണ്ടിട്ട്, അതായത് ഗുരുനാഥനും പഠിപ്പിക്കാതെ നമ്മളെ ബന്ധുക്കളടക്കം, കൂട്ടുകാരടക്കം, ഒന്നിച്ച് നടന്ന സഹോദരന്മാരടക്കം പലതായിട്ട് അപ്പുറം നിൽക്കുകയാണ്. അവരെയെല്ലാം കൊല്ലേണ്ടത്. അത് കണ്ടപ്പം തന്നെ അർജുനൻ്റെ മനസ്സ് പതറി. ഇവിടെ എന്താണ് അർജുനൻ പറയുന്നത്? എൻ്റെ ശരീരം തളരുന്നു, ശരീരം തളർന്നു പോവുകയാണ്, വായ വിരളുകയാണ്, വെള്ളമില്ലാതെ വായല വെള്ളം പറ്റിപ്പോവുകയാണ്, ശരീരം വിറക്കുകയാണ്, ഗാഠികം താഴെ വീഴുകയാണ്, ദേഹം ചുട്ടു പൊള്ളുന്ന മാതിരി ഇരിക്കുകയാണ്, നിൽക്കാൻ എനിക്ക് കഴിയുന്നില്ല, മനസ്സിലും സംഭ്രമം. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? പല ദുർനിമിത്തങ്ങളും ഞാൻ കാണുന്നു. എന്താണ് ഈ യുദ്ധത്തിലൂടെ സംഭവിക്കാൻ പോകുന്നത്? ഇവരെ കൊന്നിട്ട് ശ്രേയസ് ഞാൻ കാണുന്നില്ല. ഇവരെയെല്ലാം കൊന്നിട്ട് ഞാനെന്ത് അതായത് ഇവരെല്ലാം കൊന്നാലേ ഈ 3-ാം ലോകമഹായുദ്ധം നടക്കുകയുള്ളൂ. നമ്മൾ 3-ാം ലോകമഹായുദ്ധത്തിൻ്റെ മുന്നിലാണ്. ചിന്തിച്ചു നോക്കൂ.
മാധ്യമങ്ങൾ തന്നെ പറയുന്നുണ്ട്, ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരു നിമിഷത്തിൽ ഉപയോഗിച്ചു പോയാൽ ലോകം ചാമ്പലായി പോകും. അതുകൊണ്ടാണ് കൃഷ്ണൻ ഒരു ഉപദേശം പറഞ്ഞ വല്ലവരെ മുന്നപ്പെടുത്തിയിട്ട് യുദ്ധം ചെയ്യുക, നേരിട്ട് ചെയ്യലാണ് പ്രധാന ശക്തി. അത് തന്നെയാണ് ഇന്ന് ലോകത്തിൽ നടക്കുന്നത്, നമ്മൾ കാണുന്നത്. ഏറ്റുമുട്ടിക്കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണ്? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. ആ നെറ്റ്വർക്ക് ശൃംഖലയെല്ലാം തുളച്ചു പോയാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? ബോംബിടുന്നതിനെക്കാട്ടി മാരകമാണ് നമ്മളുടെ നെറ്റ്വർക്ക് ശൃംഖലകളെല്ലാം നിന്നു പോയാൽ. ഇന്ന് ഏതെങ്കിലും ഒരു ATM വർക്ക് ചെയ്യുന്നില്ലേ നമ്മൾ പെടുന്ന കഷ്ടപ്പാട് നമുക്കറിയാം. എല്ലാം തകർത്ത് കളഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റുമോ? കാട്ടന്മാരുടെ അവസ്ഥയിലേക്ക് എത്തും. അപ്പൊ അതിനെ മറികടന്നുകൊണ്ട് വേണം കാലത്തിന് നല്ലൊരു ധർമ്മയുദ്ധം നടത്തിയിട്ട് പുതിയ കുറെ ആൾക്കാരെ സൃഷ്ടിച്ചെടുക്കുക, അവിടെ ബാക്കിയാക്കാൻ. ഇതെല്ലാം ചിന്തിച്ചപ്പോഴാണ് എല്ലാവരും പകച്ചു നിൽക്കുന്നത്. ന്യൂക്ലിയർ ബോംബിലേക്ക് എത്തുന്നതുകൊണ്ടാണ് അടുക്കാത്തത്. നമ്മൾ 3ാം ലോകമഹായുദ്ധത്തിൻ്റെ വക്കിലാണ്. ലോകരാഷ്ട്രങ്ങളെല്ലാം റഷ്യ എപ്പോഴും മറ്റേ സാധനം കാണിച്ചിട്ട് സാത്താൻ എന്തോ പേരാണ് ആ ന്യൂക്ലിയർ ലോകത്തെ മുഴുവൻ കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ളത്. ഇതെൻ്റെ കൈമലുണ്ട്, ഇത് പ്രയോഗിച്ചോളി എന്ന് ദിവസവും പറയുകയാണ്. എന്തിന് പ്രയോഗിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ എന്താ അവസ്ഥ? ഇവരും മറ്റവരിങ്ങോട്ടും പ്രയോഗിക്കും. സർവനാശം. ഈ അവസ്ഥയിലാണ് അർജുനൻ നിൽക്കുന്നത്. പ്രയോഗിക്കാതിരിക്കേണ്ട ഈ അവസ്ഥയിൽ ഇങ്ങനെയുള്ളൊരു യുദ്ധത്തിലാണ് അർജുനൻ നിൽക്കുന്നത്, നമ്മളും നിൽക്കുന്നത്. അത് ചിന്തിക്കാതെ കൊണ്ടാണ്. ചിന്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഭയാനകമായ അവസ്ഥ മനസ്സിലാകും. ഭരണാധികാരികൾക്ക് നല്ല ബോധ്യമുണ്ട്, പുട്ടിന് നല്ല ബോധ്യമുണ്ട്, ട്രംപിന് നല്ല ബോധ്യമുണ്ട് എവിടത്തേക്കാണ് കാലം എത്തുവാന്ന്. നമുക്കിതൊന്നും മനസ്സിലാകുന്നില്ല. മാധ്യമങ്ങൾ എന്തെല്ലാം രസം പിടിച്ചിട്ട് അടിയടാ എന്ന് പറഞ്ഞ് നടക്കുകയാണ്. പക്ഷെ ഇവർക്ക് നല്ല ബോധ്യമുണ്ട് എവിടത്തേക്കാണ് കാര്യം എത്തുന്നത്. അതുകൊണ്ടാണ് ദിവസവും വിളിച്ചു പറഞ്ഞ് ഇത് ഞാൻ പ്രയോഗിക്കുന്നു. വെറുതെ വരട്ടാനല്ല, ഓർമ്മിപ്പിക്കുകയാണ് എവിടെയത്തേക്കാണ് ലോകം എത്തുന്നത്. ഒരു നിമിഷം തെറ്റിപ്പോയാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നാണ് പറഞ്ഞുകൊണ്ടുവരുന്നത്, അല്ലാതെ പേടിപ്പിക്കാനല്ല. ഇത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങളും പ്രയോഗിക്കും, ലോകം സർവനാശം. ഇതാണ് അർജുനൻ ഇവിടെ പറയുന്നത്. പല ദുർനിമിത്തങ്ങളെന്നാണ് ചിന്തിക്കുന്നവർക്കത് പറ്റും. പക്ഷേ മറുവശത്തിന് ആ ചിന്തയൊന്നുമില്ല. അപ്പോൾ എന്ത് പറയുകയാണ്? ഇവരെ കൊന്നിട്ട് ഞാനിത് ശ്രേയസ്സാന്ന് നടത്തുന്നത്, ഈ ഭൂമി മുഴുവൻ കരിച്ചിട്ട് ന്യൂക്ലിയർ ബോംബിട്ടിട്ട് എല്ലാവരെയും കൊന്നു തീർത്തിട്ട് എന്ത് ചെയ്യാനാണ്? മരുഭൂമിയാക്കിയിട്ട് എന്തിനാണ്? ഇവിടെയാണ് പാണ്ഡവരുടെ കുഴപ്പം കാണുന്നത്. വേദവ്യാസം തുടക്കത്തിലേ പറഞ്ഞ വിളറിയവരാണ് ഇവർ. വിളറിയവരാണ് ബുദ്ധിമാന്മാര്, ധർമ്മത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിവുള്ളവര്. പാണ്ഡവര് വിളറിയവരാണ്. അവർ 100 വട്ടം ചിന്തിക്കുന്നു, എന്തിനിങ്ങനെയുള്ളത്, ഈ അധർമ്മിയായിട്ട് തന്നെ അങ്ങ് പോട്ടെ. പക്ഷെ ഇവരെ ഉണർത്താനാണ് കാലം ശ്രമിക്കുന്നത്. അതൊന്നും പറഞ്ഞാൽ പോയാൽ പറ്റില്ല, പോയേ പറ്റൂ. യുദ്ധത്തിൽ 3ാം ലോകമഹായുദ്ധത്തിലേക്ക് പോയേ പറ്റൂ നിങ്ങൾ എന്ന് കാലം മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയാണ്. ഇത് എഴുതി വെച്ചതാണ്, ഇത് സംഭവിക്കാൻ പോകുന്നതാണ്. നമുക്ക് ഇനി ഇത് സംഭവിച്ചു കഴിയുമ്പോഴേ നമ്മൾ ഈ വേദങ്ങളുടെ മഹാഭാരത കഥയുടെ പ്രാധാന്യം മനസ്സിലാക്കുകയുള്ളൂ. അതുവരെ നമ്മളിതിനെ എന്തോ അന്ധവിശ്വാസമായിട്ട് കളയും. പക്ഷെ ഇത് പ്രയോഗിച്ച് കഴിയുമ്പോഴാണ് നമ്മളതിൻ്റെ ഭവിഷ്യത്ത് മനസ്സിലാക്കുന്നത്, ഇവിടെ പറഞ്ഞു വെച്ചതിൻ്റെ അർത്ഥം. അപ്പോഴേ അത് മനസ്സിലാക്കുകയുള്ളൂ. അതുവരെ ഇതുവരെ ഏതോ കാലത്തെ കഥ, എന്തോ ഒരു കഥ, കഥ പറഞ്ഞ് നടക്കും. നമ്മൾ ഈ കഥയിലൂടെ വേദവ്യാസം നടക്കാൻ പോകുന്ന സംഭവമാണ് ഇത് പറയാൻ പോകുന്നത്. അതിനെപ്പറ്റിയുള്ള ഭീകരാവസ്ഥ നമ്മൾ ചിന്തിക്കണം. ഇന്ന് ആ അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. മഹാഭാരത യുദ്ധത്തിൻ്റെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത്, 3ാം ലോകമഹായുദ്ധത്തിൻ്റെ. അവിടെ നിന്നുകൊണ്ട് അർജുനനാകുന്ന കക്ഷി പറയുകയാണ് ഈ യുദ്ധത്തിലൂടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. എന്നിട്ട് എന്ത് പറയുന്നു? കൃഷ്ണനോട് പറയുന്നു, എത്ര 32 വിജയവും രാജ്യവും സുഖവുമൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്കിതൊന്നും വേണ്ട. കാരണം ഇവിടെയാണ്
കാലത്തിന് ഈ ധർമ്മയുദ്ധം നടത്തിയേ പറ്റൂ എന്നാണ് പറയുന്നത്. ഈ ധർമ്മയുദ്ധം നടന്നേ പറ്റൂ. മൂന്നാം ലോകമഹായുദ്ധം മഹാഭാരതം നടക്കുക തന്നെ ചെയ്യുമെന്നാണ് പറയുന്നത്. കാലം പറയുകയാണ് കൃഷ്ണൻ എന്ന രൂപത്തിൽ, വിജയവും രാജ്യവും സുഖവും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് കൃഷ്ണൻ അർജുനൻ പറയുകയാണ്. ഈ രാജ്യം കൊണ്ട് എന്ത് കാര്യം? ഇങ്ങനെ നശിപ്പിച്ചിട്ടൊരു രാജ്യം ഉണ്ടായിട്ട് എന്ത് കാര്യമെന്ന് കൃഷ്ണനോട് ചോദിക്കുകയാണ്. ഭോഗങ്ങളും ജീവിതവും കൊണ്ട് എന്ത് ഫലം? ഇങ്ങനെയല്ല എല്ലാവരെയും കൊണ്ടിട്ടുള്ള ജീവിതം എന്തിനു വേണ്ടിയാണ് എന്നാണ് ന്യൂക്ലിയർ ബോംബുള്ള രാഷ്ട്രങ്ങളുടെ തലയിലും ചിന്തിക്കേണ്ടത്. ഏത് കക്ഷി ചിന്തിക്കുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല, ചിന്തിച്ചു നോക്കുക. ഈ ന്യൂക്ലിയർ ബോംബുള്ള കൈകളിലുള്ള രാജ്യങ്ങൾ ഒരു നേരമെങ്കിലും ചിന്തിക്കും ഇതുകൊണ്ട് എന്താണ് സംഭവിക്കുക എന്ന്. അവിടെ ഇരുന്നു കൊണ്ട് ഒരു കക്ഷി പറയുകയാണ്, ഈ ഭോഗങ്ങളും ജീവിതവും കൊണ്ട് എന്ത് ഗുണം? അപ്പോൾ 33 മുതൽ 34 വരെ പറയുന്നു, ആർക്കു വേണ്ടിയാണോ രാജ്യവും ഭോഗവും സുഖവും ഞാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ യുദ്ധം ചെയ്യുന്ന ആർക്ക് വേണ്ടിയാണ്? ഈ ലോകത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. അർജുനൻ പറയുകയാണ്, ഞാൻ യുദ്ധത്തിനിറങ്ങി എന്തിനാണ്? ഇവിടെ ധർമ്മം ഉണ്ടാക്കണം, ഈ നാട്ടിലുള്ള ജനങ്ങളെല്ലാം അടക്കം, അതായത് എൻ്റെ ബന്ധുമിത്രാദികളെല്ലാം സുഖമായിട്ട് ജീവിക്കണം എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ ഇതിനിറങ്ങിയത്. പക്ഷെ ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ സംഗതി എവിടെ നിൽക്കുന്നത്? ഇപ്പം പുടിൻ ചെയ്യുന്നതാണ് ശരിയെന്ന് പറയുള്ളൂ, അല്ലെങ്കിൽ ട്രംപ് ബൈഡൻ ചെയ്യുന്നതാണ് ശരിയാണെന്ന് പക്ഷം വെച്ചിട്ട് ചിന്തിച്ച് നോക്കിക്കോളൂ. ഓരോ ആളും ചിന്തിച്ചു അവരവരുടെ പക്ഷം പിടിച്ചിട്ട് പുടിൻ്റെ പക്ഷമോ ബൈഡൻ്റെ പക്ഷമോ പിടിച്ചോളൂ. പക്ഷേ എന്താണ് ലക്ഷ്യം? ലോകത്തിന് നല്ലൊരു സുന്ദരമായ ലോകം ഉണ്ടാക്കണം. എന്നിട്ട് ചെയ്തു വെക്കാൻ പോകുന്നത് എന്താണ്? ഇത് മുഴുവൻ ചുറ്റരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ട് ചുറ്റരിക്കാനാണ് പോകുന്നത്. അതാണ് അർജുനൻ ചോദിക്കുന്നത്. അർജുനൻ ഈ ഭാഗം ചിന്തിക്കുന്നുണ്ട്, പക്ഷെ മറ്റേ പക്ഷം ഇത് ചിന്തിക്കുന്നില്ല. അപ്പൊ ഇവിടെ അർജുനൻ ചിന്തിക്കുന്നുണ്ട്, എന്ത് ആർക്ക് വേണ്ടിയാണോ ഞാൻ ഈ രാജ്യവും ഭോഗവും സുഖവും എല്ലാം ആഗ്രഹിക്കുന്നത്, ഞാൻ ഈ ലോകത്തിൽ നല്ലൊരു ധർമ്മമുള്ള രാജ്യം ഉണ്ടാക്കാൻ ഞാൻ ശ്രമിക്കുന്നത്, ഈ കാണുന്ന എല്ലാവർക്കും എല്ലാം സുഖമായിട്ട് ജീവിക്കണം. ആകെ ഒരു ദുര്യോധനേ ഉള്ളൂ കുഴപ്പക്കാരൻ, അവനെ അങ്ങ് ഇല്ലാതാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാവർക്കും സുഖമായിട്ട് ജീവിക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയെന്നാണ് അർജുനൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്താ പറ്റുന്നത്? അവരെല്ലാം ഇവിടെ ഇതെല്ലാം കളഞ്ഞിട്ട് മരിക്കാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ്. ആർക്ക് വേണ്ടിയാണോ? ഞാൻ ലോകത്തിന് വേണ്ടിയാണ്, ജനത്തിന് വേണ്ടിയാണ് ഇത് ചെയ്യാൻ നിന്നത്. അതിനു വേണ്ടി നിൽക്കുന്ന ഞാൻ കാണുന്നത് എന്താണ്? അവരെല്ലാം വേണ്ടിയിട്ട് നേരെ മുമ്പിൽ നിൽക്കുകയാണ് മരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആർക്കാണ് ഇനി ബാക്കി ആരാണെന്നുള്ളത്? ഈ ജയിക്കുന്ന അർജുനന് മാത്രമാണ്. പിന്നെ പാണ്ഡവർക്കും വേണ്ടിയാണ്. ഇങ്ങനെ 4-5 പേർക്ക് വേണ്ടിയാണോ ഇത് യുദ്ധം ചെയ്യേണ്ടത്? ഞാൻ ഇതിനൊന്നും, കാരണം സ്വാർത്ഥതയില്ല. നാട്ടിലെല്ലാവരും നീതിമാന്മാരായി ജീവിക്കണം, സുഖമായിട്ട് നീതിയോടുകൂടി ജീവിക്കണം എന്നൊരു ഉദ്ദേശത്തിലാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ഫലം എന്താണ്? ആർക്ക് വേണ്ടിയാണോ ഞാൻ ചെയ്യുന്നത് അവരെല്ലാം മുന്നിൽ വന്ന് നിൽക്കുകയാണ് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത്. എന്നിട്ടോ 35-36 എന്തോ പറയുന്നു. അതുകൊണ്ട് എന്നെ അവർ കൊന്നോട്ടെ, അവരെന്നെ കൊന്നോട്ടെ, എനിക്ക് ഈ 3 ലോകം കിട്ടിയാലും ഞാനിവരെ കൊല്ലില്ല. അവരെ കൊന്നു കഴിഞ്ഞാൽ 3 ലോകം കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ 3 ലോകമാണ്, ഭൂമി സ്വർഗം പതാണ്. 3 കിട്ടിയാലും കിട്ടുമെങ്കിലും ഞാനിവരെ കൊല്ലില്ല, അവന് വേണ്ടിക്ക് എന്നെ കൊന്നോട്ടെ. കാരണം ഭൂരിപക്ഷം അപ്പുറമാണ് നിൽക്കുന്നത്. എൻ്റെ പക്ഷത്തൊക്കെ കുറച്ച് പേരേ ഉള്ളൂ, ബാക്കിയെല്ലാം അവരാ നിൽക്കുന്നത്. പിന്നെ എന്നെ കൊന്നു കഴിഞ്ഞാൽ അവരെന്നെ എന്തെങ്കിലും ആകട്ടെ. കാരണം ഇവിടെയാണ് അർജുനൻ്റെ വിളർച്ച നമ്മൾ കാണുന്നത്. ഒരു തരം വിളർച്ചയാണ്. കാലത്തിന് അതുപോലെ. കാലത്തിന് യുദ്ധമുണ്ടായിട്ട് 3-ാം ലോക മഹായുദ്ധം നടക്കുക തന്നെ ചെയ്യും. ഭാഗവതം പറയുന്നതാണ്, മഹാഭാരത യുദ്ധം പറയുന്നത് തന്നെയാണ്. ധൃതരാഷ്ട്രരുടെ പുത്രരെയെല്ലാം കൊന്നിട്ട് ജീവിക്കുന്നത് പാപമാണ്. അങ്ങനെ അവരെയെല്ലാം കൊന്നിട്ട് ജീവിച്ചിട്ട് എന്താ കാര്യം? ഇവരെ കൊന്നിട്ട് എന്ത് സുഖമാണ് കിട്ടാൻ പോകുന്നത്? സഹോദരങ്ങളെയെല്ലാം, അതായത് സ്വന്തം നാട്ടുകാരെ തന്നെയാണ് കൊല്ലാൻ പോകുന്നത്, സഹോദരങ്ങളായിട്ട് കാണേണ്ടവർ. എന്നിട്ടോ 38-39 എന്ത് പറയുന്നു?
അത്യാഗ്രഹം കൊണ്ട് ബുദ്ധി കെട്ട ഇവർ ഈ അത്യാഗ്രഹം കൊണ്ട് ബുദ്ധി കെട്ടിട്ട് വന്ന് നിൽക്കുകയാണ് യുദ്ധത്തിന്. അതിലൂടെ എന്താണ് നശിക്കുന്നത്? കുലം നശിക്കും. നമ്മൾ ഇന്ന് നടക്കുന്ന കുറെ കുലങ്ങളെല്ലാം ഉണ്ടല്ലോ, അതെല്ലാം നശിക്കും. മിത്രങ്ങളെ ദ്രോഹിക്കുന്നത് പാപമാണെന്ന് അവർ കാണുന്നില്ല. അവർക്ക് മനസ്സിലാകുന്നില്ല ഇതെല്ലാം മിത്രങ്ങളാണ് ഇവരൊക്കെ വരുന്നത്. അവർ ചിന്ത പോകുന്നില്ല, മറുപക്ഷത്തിന് ആ ചിന്ത പോകുന്നില്ല. അവർക്ക് പക്ഷെ നമുക്കിത് കാണാതിരിക്കാൻ പറ്റില്ല എന്ന് പറയാണ്. അവർക്ക് ആ വട്ടത്ത് നിൽക്കുന്നവർക്ക് അതിനൊന്നും ബോധമില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നത്. പക്ഷെ എനിക്ക് എനിക്കിത് ചെയ്യാതിരിക്കാൻ, ഇങ്ങനെ ചിന്തിക്കാതിരിക്കാൻ പറ്റില്ല. ഇതെന്താ പറയുന്നത്? കുലം നശിക്കുന്നു, സനാതന കുടുംബ ധർമ്മങ്ങൾ നശിക്കും. സനാതന കുടുംബ ധർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ പല ധർമ്മങ്ങളുണ്ട്, അതെല്ലാം നശിക്കും. അതോടെ അധർമ്മം ബാധിക്കും. നമ്മൾ ആലോചിച്ചു നോക്കൂ, യുദ്ധം നടന്നിട്ട് പല രാജ്യങ്ങളിലെയും ആളുകൾ എവിടെയാണ് പോകുന്നത്? വേറെ രാജ്യങ്ങളിൽ അഭയാർത്ഥികളായിട്ട് നാട്ടിൽ സുഖമായിട്ട് വീടും വെച്ച് താമസിച്ച ജനങ്ങള് പല നാടുകളില് അഭയാർത്ഥികളായിട്ട് തെരുവിലെല്ലാം താമസിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. ലോകത്തിൽ എത്ര സ്ഥലങ്ങൾ ഇത് സംഭവിച്ചു ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇതൊന്നും വെറുതെ കഥയിൽ എഴുതി വെച്ചല്ല. അവിടെ കുലങ്ങൾ നശിച്ചു. എന്ത് കുലമാണുള്ളത്? ഇവിടുത്തെ കേരളക്കാർ മുഴുവൻ പോകിട്ട് നശിപ്പിക്കുമ്പോൾ കേരളക്കാർ തമിഴ്നാട്ടിലും എല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ എന്ത് കേരളീ എന്ന് പറയാൻ എന്ത് അർഹതയാണ് ഉള്ളത്? അതെല്ലാം പോയി. അവരെല്ലാം വേറെ ഏതോ നാഥനില്ലാതെ കുലുവില്ല ഒന്നുമില്ലാതെയായിട്ട് മാറുന്നു. അതുകൂടെ എല്ലാം നശിക്കുന്നു. പക്ഷെ ഏത് നിലയിലാണ് ചിന്തിക്കുന്നത്? നമ്മൾ മനുഷ്യരുടെ ഇന്നത്തെ ചിന്താഗതി വെച്ചാണ് ഇത് അർജുനൻ ചിന്തിക്കുന്നത്. പക്ഷെ കാലത്തിന് ഈ ചിന്തയൊന്നുമില്ല. കാലത്തിന് എന്തേ ചിന്തയുള്ളൂ? കാലത്തിന് എല്ലാവരും ഒരു കുടുംബത്തിലെ മക്കളാണ്. ഈ കുലമാണ് പാണ്ഡവരിലുള്ളത്. കുലമൊന്നുമില്ല, കുലമൊന്നും ഉണ്ടാകാൻ പാടില്ല. ലോകത്തിലെ എല്ലാ ബ്രഹ്മത്തിൻ്റെ മക്കളാണ്. നമ്മളെല്ലാം ബ്രഹ്മത്തിൻ്റെ മക്കളാണ്. ഈ വകതിരിവും കുലധർമ്മങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ച ആരാണ്? മനുഷ്യരാണ്. അതെല്ലാം നശിക്കുന്നതാണ് ഇവിടെ പറയാൻ പോകുന്നത്. അധർമ്മത്തിൽ കുലസ്ത്രീകൾ ദുഷിക്കും. കുലസ്ത്രീകൾ എങ്ങനെയാണ് ദുഷിക്കുന്നത്? യുദ്ധം നടന്നു കഴിയുമ്പോൾ ആ പട്ടാളക്കാർ വേറെ നാട്ടിൽ നടന്നാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ചിന്തിച്ചു നോക്കൂ. ഭർത്താക്കന്മാരെല്ലാം കൊല്ലും. സ്ത്രീകളുടെ അവസ്ഥ എന്താണ്? വർണ്ണസങ്കരം സംഭവിക്കുന്നു. ഒരു യുദ്ധം നടക്കുമ്പോൾ പട്ടാളക്കാരും ജനങ്ങളെല്ലാം മറ്റേ രാജ്യം കയ്യേറി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എതിർപക്ഷത്തുള്ള സ്ത്രീകൾക്കെല്ലാം എന്താണ് സംഭവിക്കുക? പുതിയ വർണ്ണങ്ങൾ ജനിക്കാൻ തുടങ്ങും. വർണ്ണസങ്കരം നശിക്കും. ഓരോ നാട്ടിലും യുദ്ധമെല്ലാം കഴിഞ്ഞിട്ട് അവിടെയുള്ള സ്ത്രീകളെല്ലാം വിട്ടെറിഞ്ഞ് വേറെ നാടുകളിലെ അഭയാർത്ഥികളായിട്ട് കഴിയുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുക? വർണ്ണസങ്കരങ്ങൾ നശിക്കും. ലോകമഹായുദ്ധം ഉണ്ടാകുമ്പോൾ എന്താ അവസ്ഥ? ഉണ്ടാക്കി വെച്ചത് അതുവരെ പറഞ്ഞു കടന്നതല്ല. എന്ത് അഭിമാനമാണുള്ളത്? ചിന്തിച്ചു നോക്കണം. ജനിക്കുന്ന കുട്ടികൾ എന്തായിരിക്കുന്നു? ഒരു യുദ്ധം നടന്നു കഴിഞ്ഞാൽ ഇതൊന്നും വെളിയിലെ മാധ്യമത്തിലൊന്നും വരില്ല. നമ്മളിരുന്നൊന്നും ചിന്തിച്ചാൽ മതി. ഒരു രാജ്യക്കാരൻ ശരി മറ്റേ രാജ്യത്ത് കയ്യേറിയ പുരുഷന്മാരെയെല്ലാം കൊന്നു സ്ത്രീകളെല്ലാം എന്താ ചെയ്യുക? ഉണ്ടാകുന്ന കുട്ടികൾ ആരായിരിക്കും? ഏത് മതമാണ്? ഏത് ജാതിയാണ്? അഭയാർത്ഥികളായിട്ട് വേറെ നാട്ടിലേക്ക് ചെല്ലുന്നു. ഓടിപ്പിടിച്ചിട്ട് കുട്ടികളെയും കൊണ്ട് 4 വഴിക്കും. അവിടെ എന്താണ് സംഭവിക്കുക? ആര് ചോദിക്കാൻ? എന്ത് നല്ല നിയമം? ഇതൊരു യുദ്ധസമയത്ത് യുദ്ധം നടക്കുമ്പോൾ ഇതെല്ലാം അതിക്രമങ്ങൾ നടക്കുന്നുണ്ട്. UN ഇതൊന്നും കാണാതെയൊന്നുമല്ല. ഇതിനെപ്പറ്റി എല്ലാ റിപ്പോർട്ടുകളെല്ലാം ഉണ്ട്. അപ്പൊ എന്ത് പറ്റും? വർണ്ണസങ്കരം സംഭവിക്കും.
അതോടെ ഈ കുലമെന്ന പരിപാടി തന്നെ കുലമൊന്നുമില്ല. പിന്നെ അത് തന്നെയാണ് മഹാഭാരത യുദ്ധത്തിലൂടെ, മൂന്നാം ലോക മഹായുദ്ധത്തിലൂടെ ഈ കുലങ്ങളെല്ലാം നശിക്കും, കുലചിന്തകളും നശിക്കാൻ പോവുകയാണ്. പക്ഷേ അർജുനൻ അത് കുലം ചിന്തയായിട്ട് ചിന്തിക്കുന്നുണ്ടെങ്കിലും കാലത്തെ സംബന്ധിച്ചിടത്തോളം കുലവുമില്ല, ഒരു ചുക്കുമില്ല, എല്ലാവരും മനുഷ്യരാണ്, ആ ശക്തിയുടെ മക്കളാണ്. അങ്ങനെ ഒരു ലോകമാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അവിടെ കുലുവില്ല, ഗോത്രവുമില്ല. യുദ്ധം നടന്നു കഴിഞ്ഞാലുള്ള ഫലമാണ് ഇത് പങ്കുവയ്ക്കാൻ പോകുന്നത്. പിന്നെ ഉണ്ടാകുന്ന നാട്ടിലെന്തില്ല, കുലുവില്ല, ഒന്നുമില്ല, മനുഷ്യരുണ്ടാവും, മനുഷ്യരേ ഉണ്ടാവും. നാരായണ ഗുരു പറഞ്ഞ പോലെ മനുഷ്യർ മാത്രം, അങ്ങനത്തെ മനുഷ്യർ മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് ശരിയായ കാലത്തിൻ്റെ ധർമ്മം. കുലമെല്ലാം ഇവിടെ ഇതോടുകൂടി, യുദ്ധത്തോടു കൂടി പോകും. അതോടെ കുലവും ഗോത്രവും എല്ലാം നശിച്ച് നരകതുല്യം. ഇതെല്ലാം പിതൃക്കൾക്ക് പിണ്ടദാനവും ലഭിക്കില്ല. ഈ പിതൃക്കൾക്ക് പിണ്ടദാനം എല്ലാം നൽകുന്ന പരിപാടിയല്ല എപ്പോഴാണുള്ളത്? ഈ നല്ല സമയത്താണ്. മരിച്ച് 4 ഭാഗത്തായി ഓരോ ആളും ഓരോ കാട്ടിൽ അഭയാർത്ഥികളെല്ലാം ആയിട്ട് കിടക്കുമ്പോൾ പിന്നെ എന്ത് പിണ്ടദാനം? ഒരു ചുക്കുമില്ല. പിതൃക്കളെ പറ്റി ചിന്തിക്കുന്നത് എല്ലാം പോയി. പിതൃക്കളുമില്ല, ഒരു ചുക്കുമില്ല. ഇപ്പം ഇവിടെ വയനാട്ടിലൊരു ഉരുൾപൊട്ടൽ ഉണ്ടായിട്ട് എല്ലാവരെയും കൂടിയിട്ട് എങ്ങനെയാണ് ദഹിപ്പിച്ചതൊന്ന് ചിന്തിച്ചു. ശരീരത്തിൻ്റെ ഏത് അവയവമാണ്, ഏതാണ്, ഏത് ജാതിയാണ്, ഏത് മതമാണോ ഒന്നും അറിയാൻ പറ്റില്ല. എല്ലാം കൂടിയിട്ട് എന്തെല്ലോ ചെയ്തിട്ട് അങ്ങ് ചെയ്തു. അതാണോ ശരിയായ മാർഗം? അതാണോ? അല്ല, ചിന്തിച്ചോളുക. ആ ഭീകരമായ അവസ്ഥയാണ് ഇവിടെ അർജുനൻ പറയുന്നത്. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. വർണ്ണസങ്കര 43 പറയുമ്പോൾ വർണ്ണസങ്കരങ്ങൾ നശിക്കുമ്പോൾ ജാതിധർമ്മവും കുലധർമ്മവും നശിക്കും. അതോടുകൂടി കുലവുമില്ല, ജാതിയില്ല, ഒരു യുദ്ധവുമില്ല. എന്ത് ജാതിയാണ് ഉള്ളത്? യുദ്ധം നടന്നിട്ട് എല്ലാവരും അഭയാർത്ഥികളായി പല നാട്ടിൽ പോയി കിടക്കുന്നത്. എന്താ അവിടെ സംഭവിക്കുന്നത്? എന്ത് ജാതിയാണ് ഉള്ളത്? എന്ത് മതമാണ് ഉള്ളത്? അതൊന്നും മാധ്യമങ്ങളൊന്നും പറയില്ല. പക്ഷെ ചിന്തിച്ചു നോക്കുക. വേദങ്ങൾ, ഉപനിഷത്തുകൾ പറഞ്ഞു തരുന്ന ഒരു യുദ്ധം നടന്നാലുള്ള സംഭവം എന്താണെന്ന്. വർണ്ണസങ്കരം നശിക്കുമ്പോൾ ജാതിധർമ്മവും കുലധർമ്മവും നശിക്കും. പിന്നെ ജാതിയില്ല, കുലവുമില്ല. ഈ മഹാഭാരത യുദ്ധത്തിലൂടെ, മൂന്നാം ലോക മഹായുദ്ധത്തിലൂടെ അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ജാതിയില്ല, മതമില്ലാതെ ഒരു സമൂഹം കുറച്ച് പേര് ബാക്കിയാവും. കുലധർമ്മം നശിക്കുന്നവരുടെ വാസം നരകത്തിലാണെന്ന് നാം കേട്ടിട്ടുണ്ട്. 44 പറയാം. ചിലവർ പറയുന്നുണ്ടല്ലോ, നമ്മളെ ജാതി പറയുന്ന, നമ്മളെ മതം പറയുന്ന മാതിരി ചെയ്തിട്ടില്ലെങ്കിൽ നീ നരകത്തിലെത്തും. എന്ത് നരകത്തിൽ? ഈ യുദ്ധം നടന്ന് ചിലവർ പറയുന്നതാണ്, എന്തെങ്കിലും ഒന്ന് തെറ്റിപ്പോയാലുണ്ടല്ലോ പിന്നെ നീ നരകത്തിലാണ് എത്താൻ പോകുന്നത്. അതുകൊണ്ട് അതെല്ലാം മര്യാദയ്ക്ക് പാലിച്ചോളണം. എവിടെ? അവിടെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. യുദ്ധം നടന്നിട്ട് ചില നാട്ടിലെല്ലാം യുദ്ധം നടന്നിട്ട് കുളമാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരും കിട്ടുന്നതും കൊണ്ട് ഓടിയിട്ട് അന്യ നാടുകളിൽ പോയിട്ട് ജീവിക്കുന്നുണ്ട്. എങ്ങനെ ജീവിക്കുന്നു? നീ യുദ്ധത്തിൽ എന്തെല്ലാം സംഭവിച്ചതെന്ന് പറയാൻ പറ്റില്ല. എന്ത് തരം സങ്കരമക്കളാണ് ജനിക്കാൻ പോകുന്നതെന്ന് അറിയാൻ പറ്റില്ല. ഇതെല്ലാം ഇവിടെ പറഞ്ഞു വെച്ചാൽ ഞാൻ പറയുന്നതേ ഉള്ളൂ. ബാക്കിയെല്ലാം ചിന്തിച്ചുകൊള്ളുക. അപ്പോൾ എന്ത് പറ്റും? നരകത്തിലെത്തുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അർജുനനോട് പറയുകയാണ്, ചോദിക്കുകയാണ്, അല്ല കൃഷ്ണനോട് ചോദിക്കാം, കൃഷ്ണ ഇതെല്ലാം നരകത്തിലല്ലേ ചെല്ലുക? നമ്മൾ ഈ ജാതി മതം എല്ലാം വെച്ചിട്ട് ജീവിക്കണ്ടേ? ഇപ്പം ഉരുൾപൊട്ടലുണ്ടായിട്ട് മരിച്ചവരെല്ലാം ദഹിപ്പിച്ച് എങ്ങനെയായിരിക്കും എന്നെല്ലാം നമുക്കറിയാലോ. എന്തെല്ലോ അവിടെ ചൊല്ലിയിട്ടുണ്ട്. സാധാരണ ചെയ്യുന്ന മാതിരിയാണോ അവിടെ ചെയ്തിരിക്കുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കുക. ഒരാൾ ചിന്തിച്ചാൽ മതി. അപ്പോൾ നമ്മളിവിടെ വിചാരിക്കും ഇവരെല്ലാം നരകത്തിലാണോ പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരെല്ലാം ഇപ്പം നരകത്തിലാണോ പോവുക? അതുമാതിരി അർജുനൻ ചോദിക്കുന്നത്, ഇതല്ലേ ഇനി നരകത്തിൽ പോകുമെന്നല്ല ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം കൃഷ്ണൻ എന്താ പറയാൻ പോകുന്നത്? ഇനി സ്വർഗമില്ല, നരകമൊന്നുമില്ല, നീ നിന്റെ ധർമ്മം ചെയ്യുക, ഇതെല്ലാം പണ്ട് എഴുതി വെച്ചതാണ്, കാലം ഇങ്ങനെ പോകുള്ളൂ, കാലം തീരുമാനിച്ച വരിക പോകുന്നു, നീ അതിനെപ്പറ്റി ഒന്നും ബോധമില്ല, നീ നിന്റെ ഫലത്തെപ്പറ്റി ഒന്നും ചിന്തിക്കണം, നീ നിന്റെ കർമ്മം ചെയ്തിട്ടും മര്യാദയ്ക്ക് പോകാനാണ്. ഇങ്ങനെ കാലം പോകുന്ന പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക. അതിൽ പിന്നെ നമ്മൾ ഇരുന്നിട്ട് തലകുത്തി മറിയുന്നത് എന്തിനാണെന്നാണ് കൃഷ്ണൻ പിന്നെ പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്. പക്ഷേ അർജുനനോട് അത് കൃഷ്ണൻ ചോദിക്കുകയാണ്, നമ്മൾ പണ്ട് പൂർവികർക്കെല്ലാം ഇതെല്ലാം ചെയ്ത്
നമ്മൾ മരിക്കുമ്പോഴും നമുക്ക് മക്കളിങ്ങനെയെല്ലാം ചെയ്യണം, മക്കൾ പോലും ഉണ്ടാവില്ല. മക്കളെ ഉണ്ടെങ്കിലല്ലേ കർമ്മം ചെയ്യാം, മക്കളില്ലെങ്കിലും പിതൃക്കൾക്ക് മോട്ടം കിട്ടില്ല എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ യുദ്ധം കഴിയുമ്പോൾ മക്കളെല്ലാം യുദ്ധത്തിൽ ഭരിച്ചിട്ടുണ്ടാവും, നമ്മൾ മാത്രമേ ഉണ്ടാവും. പിന്നെ ആരാ കർമ്മം ചെയ്യുക? വല്ലവനും കയറിയിട്ട് മാന്തി എടുത്തിട്ട് അവിടെ ഇടും. യുദ്ധത്തിലെല്ലാം നടക്കുന്ന അതാണ്. ഇവരെല്ലാം നരകത്ത് പോകുമോ? ഇതെല്ലാം അർജുനൻ്റെ ചോദ്യം. ഇതാരുടെ ചോദ്യമാണ്? നമ്മളുടെ ചോദ്യവുമാണ്, നമ്മൾ ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണ്. അവസാനം അതിനുള്ള കൃഷ്ണൻ ഉത്തരവും പറയുന്നുണ്ട്, സ്വർഗ്ഗമില്ല നരകമില്ല, ഇങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം സ്വാഭാവികമായിട്ട് ഇങ്ങനെ പോകേണ്ട മാതിരി അങ്ങ് പോകും. അതിൽ കൂടുതൽ ഒരു ചുക്കുമില്ല എന്നാണ് പറഞ്ഞു വരാൻ പോകുന്നത്. നമ്മൾ കാണാം. പിന്നെ 45 പറയുന്നു, അതെല്ലാം വലിയ പാപമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിതെല്ലാം ചെയ്യാനൊന്നും, അത്രയും വലിയ പാപമൊന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. എതിർക്കാതെ, അതുകൊണ്ട് ഞാൻ യുദ്ധമൊന്നും ചെയ്യാനൊന്നും പോകുന്നില്ല. എതിർക്കാതെ എന്നെ അവർ കൊന്നോട്ടെ, അതാണ് ക്ഷേമകരമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇന്നത്തെ അധർമ്മങ്ങളെല്ലാം നശിക്കും. കുലം നശിച്ചു, എല്ലാം നശിച്ചു, ജാതിയും നശിക്കും, മതവും നശിക്കും, എല്ലാം നശിക്കും. അതുകൊണ്ട് ഇതൊന്നും എനിക്ക് വേണ്ട, എന്നെ അവർ കൊന്നോട്ടെ, അതാണ് ക്ഷേമകരമാണെന്ന് ഞാൻ കരുതുന്നു. ഇപ്രകാരം പറഞ്ഞിട്ട് 47 ഇപ്രകാരം പറഞ്ഞിട്ട് അർജുനൻ എന്ത് ചെയ്യുന്നു? യുദ്ധക്കളത്തിൽ അമ്പും വില്ലുമെല്ലാം ആളെ താളയിട്ടിട്ട് ശോകാകുലചിത്തനായി ഇരുന്നു. ഇതാണ് 1-ാമത്തെ അധ്യായം. ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്, വേദങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ വേദവ്യാസന് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഒരു കൂട്ടർ വിളറിയവരാണ്. മറ്റൊരു കൂട്ടർക്ക് കണ്ണ് കാണാനും പറ്റില്ല, ഒന്നും നടക്കുന്നതൊന്നും കാണാൻ പറ്റില്ല, തോന്നുന്ന വരെയൊക്കെ പ്രവർത്തിക്കും. ഈ കൂട്ടർക്ക് ചിന്തിക്കാനും കഴിവെല്ലാം ഉണ്ട്, പക്ഷേ വിളറിയവരാണ്. കർമ്മം ചെയ്യാനൊന്നും, പിന്നെ ഇവന്മാരെല്ലാം ഒന്ന് ശരിയാക്കി എടുത്തിട്ട് വേണം ലോകമഹായുദ്ധം നടത്താൻ. കാലത്തിന് ഇത് നടത്തിയേ പറ്റൂ. നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഇത് നടക്കുന്ന സംഭവമാണെന്നാണ് വേദവ്യാസം. കാരണം കാലം ഇങ്ങനെയാണ് പോയിരിക്കുന്നത്, ഇതിൽ നിന്നൊന്നും ആർക്കും മാറാൻ പറ്റില്ല. ഇത് സംഭവിക്കുക തന്നെ ചെയ്യും. ന്യൂക്ലിയർ ബോംബ് പ്രയോഗിക്കുക തന്നെ ചെയ്യും. പക്ഷെ എപ്പോഴായിരിക്കും? യുദ്ധം കഴിഞ്ഞതിൻ്റെ ശേഷമാണ്, അശ്വത്ഥാമാവാണ് ന്യൂക്ലിയർ ബോംബ് തൊടുക്കുന്നത്. അത് ആകാശത്ത് വെച്ച് തടുക്കുകയും ചെയ്യുമെന്ന് വേദവ്യാസം പറയുന്നു. ഇതെല്ലാം നമ്മൾ കാണാൻ പോവുകയാണ് അടുത്ത കാലഘട്ടങ്ങളിൽ. നമ്മൾ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്.